ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായൊരു തിരുവെടുത്താണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. ദൈവത്തിന്റെ മഹത്വം. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ഇന്ന് രാത്രി ചില കാര്യങ്ങൾ വചനത്തിൽ നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ 66 പുസ്തകം, അങ്ങനെയാണ് ഈ പുസ്തകം 66 പുസ്തകമാണ്. സത്യവേദ പുസ്തകം. ഈ പുസ്തകത്തിന് ഈ പേരുള്ളൂ. ഏതാ? വേദം വേറെ ഉണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പിന്നെ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് വേദം. അത് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി, വെറുതെ ഇരിക്കല്ലേ. വേദം അങ്ങനെ പല വേദമുണ്ട്. പക്ഷെ ഈ ഒരു പുസ്തകത്തിന് ഈ പേരുള്ള സത്യവേദ പുസ്തകം. ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം സത്യമായ കാര്യമാണ്. ഇതിലെ ഈ സത്യവേദ പുസ്തകം 66 പുസ്തകങ്ങളാണ്. 66. ചിലരുടെ കൈവശം കുറച്ച് പുസ്തകം കൂടുതലുമുണ്ട്. ഈ ഏരിയയിലും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചിലർ ചോദിക്കും അതാരാന്ന് ഞാൻ പൊതുവെ തെളിച്ച് പറയുന്നില്ല. പുസ്തകം കൂടുതലുള്ളവരെ കാണുമ്പോൾ അറിയാം. അവരുടെ പോക്ക്, രീതി, ചിട്ടകള്, വട്ടങ്ങള്, നടപ്പ്, എടുപ്പ്, ഉടുപ്പ്. വേണമെങ്കിൽ പറയാം ബട്ടൻസ്. ഇപ്പൊ ഒരു 3-4 ഉള്ളൂ. പോട്ടെ. അപ്പൊ പുസ്തകം കൂടുതലുള്ള ആൾക്കാരെ കാണുമ്പോൾ അറിയാം. എന്നാൽ ഇത് 66 പുസ്തകം. ഇതാണ് ഇതിന്റെ ക്രമവും. ഇതാണ് ദൈവികമായി അംഗീകരിച്ചതും അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതും അത് മാത്രമാണ്. ഇതിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ചിലര് ഇത് വെളിപാട് പുസ്തകം എന്ന് പറയാറുണ്ട്. അത് വെളിവില്ലാഞ്ഞിട്ടാ. വെളിപാടല്ല, വെളിപ്പാട് പുസ്തകം. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് 40 എഴുത്തുകാര് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പക്ഷെ എഴുതി വന്നപ്പോൾ ഇതെല്ലാം ഒത്തെന്നുള്ളതാണ്. ഇതിലെ എഴുത്തുകാര് പല രീതിയിൽപ്പെട്ടവരാ ഇത് എഴുതിയത്. ഒരാള് തന്നെ ഇരുന്ന് എഴുതിയതല്ല. മറ്റ് പുസ്തകങ്ങളെല്ലാം ഒന്നെങ്കിൽ ഒരാളിരുന്ന് എഴുതി, അല്ലെങ്കിൽ സഹായത്തിന് ഒരാളെ വെച്ച് എഴുതി. ചില പുസ്തകം എഴുതിയത് അവർക്ക് എഴുതിയ പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് വേറെ ആൾക്കാർ പറയുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷികളെ കൊണ്ട് എഴുതിപ്പിച്ചല്ല, പാടിപ്പിച്ചു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടല്ലോ കിളിപ്പാട്ട്. അപ്പൊ മറ്റു പുസ്തകങ്ങളൊക്കെ ഒരാള് അല്ലെങ്കിൽ കൂടെ ഒരാളോട് ഇരുന്ന് പറഞ്ഞു കൊടുത്തതോ കേട്ട് എഴുതിയതാണ്. അല്ല, ഈ പുസ്തകം ഒരാൾ എഴുതിയതല്ല. ഏതാണ്ട് 40 എഴുത്തുകാർ ചേർന്ന് എഴുതിയത്. ഇവരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല. പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാ. ഇന്നത്തെ പോലെ ആശയവിനിമയങ്ങളൊന്നും ഇവർ തമ്മിൽ നടത്തിയിട്ടുമില്ല. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ പലരും പല രാജ്യത്ത് ജീവിച്ചവരുമാണ്. പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചവരാ. പക്ഷെ ഈ പുസ്തകം എഴുതി വന്നപ്പോ ഇത് ഒത്തെന്നുള്ളതാണ്. ഇതിനകത്ത് തിരുത്തലിന്റെ ആവശ്യമില്ല. അതാ ഈ പുസ്തകത്തിന്റെ ശ്രേഷ്ഠത. കാരണം ഇതിലെ ആദ്യ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയ കാര്യം
വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. കാരണം ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ഒരു ദൈവത്തെ പരാമർശിക്കുന്നു. വായിച്ചോ, ഉൽപ്പത്തി 1:1. ഞങ്ങൾ ഇരുന്ന് പറയാന്നുണ്ട്. ആരാ വായിച്ചു? മൈക്കിൽ കൂടെ വായിച്ചു. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ഏകവചനമല്ലേ? അതെ, ഒരു ദൈവത്തെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1600 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴും ആ ദൈവത്തെ തന്നെയാ പറയുന്നത്. ഇടയ്ക്ക് വേറെ ഒരു ദൈവങ്ങളും ചാടിക്കേറി വന്നില്ല. ഞങ്ങളുടെ ഉണ്ട്, ഞങ്ങളെ കൂടെ ഇടയ്ക്ക് ഒന്ന് കയറ്റി നിർത്തും. ഉൽപ്പത്തി 1 പറഞ്ഞ ദൈവം തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോഴും ആ ദൈവം തന്നെ. ദൈവം ഏകൻ, ദൈവം ഏകൻ. അത് പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ദൈവം, ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു നായകൻ, ഒരേ ഒരു പരിശുദ്ധൻ. അത് സർവജ്ഞനായ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഏക ദൈവം, സത്യദൈവം. അപ്പൊ ഉൽപ്പത്തി പറഞ്ഞ കാര്യം വെളിപ്പാടി വന്നപ്പോ തിരുത്തണ്ട ഗതികേട് വന്നില്ല. അതായത് പുസ്തകത്തിന്റെ വിശേഷത തന്നെയല്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ദൈവം സൃഷ്ടിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ, അല്ലാതെ പിച്ചാത്തി എറിഞ്ഞപ്പോ ഉണ്ടായതല്ല. കറിക്ക് എറിഞ്ഞോണ്ടിരുന്നപ്പോ മാക്കത്തി എടുത്തൊരു ഏറ്, എന്നിട്ട് നേണ്ട പൊങ്ങന്നാനം പൊങ്ങി വന്നു. അങ്ങനെയാണോ? അങ്ങനൊന്നും അല്ല. ഊളത്തരം പറയരുത്. കളിച്ചോണ്ടിരുന്നപ്പം ഊമായിക്കൊരേറ്, അങ്ങനെ വല്ല പൊങ്ങി വരുമോ? അങ്ങനെ ആണെങ്കിൽ നമ്മളെല്ലാം നിന്നും കറിഞ്ഞാൽ മതിയായിരുന്നില്ല നമുക്ക് ആവശ്യത്തിന്. ഇത് പിച്ചാത്തി മെട്ടുകത്തി എറിഞ്ഞ് ഉണ്ടായതല്ല, സർവജ്ഞനായ ദൈവം സൃഷ്ടിച്ചതാണ്. ഉൽപ്പത്തി 1:1 അങ്ങനെ പറഞ്ഞ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്ന 4:11 വായിര്. അറിവുള്ള വാക്യമാണെങ്കിലും വായിച്ചു. 4:11. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും. എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ. ഏക സത്യ ദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഏക സത്യ ദൈവം. അതാ ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ കാര്യമൊന്നും 1600 വർഷം കഴിഞ്ഞപ്പോൾ തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. അത്ര ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. ഞാൻ എല്ലാ ഇടങ്ങളിലും ഇത് ശാന്തമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഇതിനെപ്പറ്റി അറിവുണ്ടെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനാ. ഇത് 2 ഭാഗങ്ങളാ, പഴയ നിയമവും പുതിയ നിയമവും. ഇത് നിയമമാണ്. പക്ഷെ ഇത് കൊണ്ട് നടക്കുന്ന പലരും നിയമം തെറ്റിച്ചായി നടക്കുന്നത്. അതെ, ഇതിനകത്തുമൊക്കെ ഇരിപ്പുണ്ട്. ഇത് നിയമമാണ്, പക്ഷെ ഇത് കൂടുതൽ തെറ്റിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണമല്ല, അനുഭവം പറയാം. എന്തിനാ ഉദാഹരണമാക്കുന്നത്? എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ ആവർത്തിക്കില്ല. ഒരിക്കല് ഒരു യോഗത്തിന് പോകാനായിട്ട് ഇറങ്ങി. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് വണ്ടിയില്ല. വേറൊരു സഹോദരൻ പറഞ്ഞു കൊണ്ടുവിടാം. ആട്ടെ, സമയം പോയി, എന്നാ പെട്ടെന്ന് വിടാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ
ടൂ വീലറാ. വണ്ടിയെ കയറിയപ്പം ഒരു സഹോദരൻ പറഞ്ഞു ഞാനും വരുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, 2 പേര് പോകാം, പോലീസ് പിടിച്ചാൽ അത് ശരിയല്ല. അപ്പം പുള്ളിക്ക് വരികയും ചെയ്യണം, ബൈക്കിൻ്റെ ഉടമസ്ഥന് പുള്ളിയെ കൊണ്ടുപോവുകയും ചെയ്യണം. അപ്പം എനിക്ക് എങ്ങനെയും യോഗ സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ്. എങ്കിലും ഞാൻ പറഞ്ഞു 2 പേര് പോയാൽ മതി, എന്നെ കൊണ്ട് വിട്ടേച്ച് തിരിച്ചു വന്ന് കൊണ്ടുപോകും. ഇല്ലല്ലേ നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു പോലീസ് പിടിക്കും, പ്രശ്നമാകും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എങ്കിലും ഞാനും അങ്ങ് ഇതിന് വിധേയപ്പെടേണ്ടി വന്നു. ഞാൻ വെള്ള ഷർട്ട് വിട്ട് ബൈക്കിന് നടക്കുക, അവര് മുൻപിലും പുറകിലും. 3 പേരുടെയും കൈ വേദപുസ്തകമുണ്ട്. അപ്പൊ ഞാൻ വേദപുസ്തകം ഇങ്ങനെ കൈ പിടിച്ചിരിക്കുക. മുന്നിൽ ഇരിക്കുന്ന പുള്ളിയുടെ വേദപുസ്തകം ബൈക്കിന്റെ മുൻപില് ഇതുണ്ടല്ലോ, ഇത് അതിനകത്ത് വെച്ചിരിക്കുക. പുറകിരിക്കുന്ന പുള്ളിയുടെ പുസ്തകം കയ്യിലുണ്ട്, കൈ പിടിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു ഇച്ചിരി സ്പീഡ് വിടാൻ പറഞ്ഞു, സമയം പോയി. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഉണ്ണാമറ്റം ഇപ്പോഴത്തെ പെട്രോൾ പമ്പിന്റെ അവിടെ വളവും ഇറക്കവും കൂടാന്നല്ലോ, പോലീസ് കൈ കാണിച്ചു. വളവുമായി ഇറക്കവുമാ, ഒക്കത്തുമില്ല അങ്ങോട്ടും പോകാൻ. കൈ കാണിച്ചപ്പം വണ്ടി നിർത്തി. പുള്ളി റോഡിലോട്ട് കയറി നിന്നാ കൈ കാണിച്ചു, നിർത്തി. എന്നോട് നിർത്താൻ പറഞ്ഞു, നിർത്തി. എവിടെ പോകുന്നെന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് പറഞ്ഞു സാറേ പ്രാർത്ഥനയ്ക്ക് പോവാ. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഓ പ്രാർത്ഥനയ്ക്ക് പോവാല്ലയോ? എവിടാ പ്രാർത്ഥന? തിരുവല്ലയില്ല. അപ്പൊ എന്നെ ചൂണ്ടിക്കൊണ്ട് പുള്ളി ഏതാന്ന് ചോദിച്ചു. അപ്പം മുന്നിൽ ഇരുന്ന് പുള്ളി പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്ററാണ് പറഞ്ഞു. ഓ അപ്പൊ ചോദിച്ചു, പുറകിരിക്കുന്ന പുള്ളിയോട് ചോദിച്ചു എവിടെ പോവാ? ഞങ്ങൾ 3 പേരും പ്രാർത്ഥനയ്ക്ക് പോവാം. ആ അപ്പൊ എൻ്റെ ഈ വേദപുസ്തകം ഇരിക്കുക. പുള്ളി ഉടനെ ചോദിച്ചു അതെന്തുവാ കയ്യിലിരിക്കുന്നേ? പുള്ളിക്ക് ഇതെല്ലാം അറിയാം, ഞങ്ങളെ കൊണ്ട് പറയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, പിടി വീണു. അതെന്തുവാ കൈ? ഞാൻ പറഞ്ഞു വേദപുസ്തകം. ഓ വേദപുസ്തകമാണ്, ബൈബിള്. അത് അപ്പൊ പുള്ളി അറിയാനുള്ള ജിജ്ഞാസയോടെ ചോദിക്കുന്നത് ഇത് എത്ര പുസ്തകമാണ്? അപ്പം പുള്ളി രക്ഷിക്കപ്പെടുക പെടട്ടെന്ന് ഓർത്ത് നമുക്കും ചൂടായി. സാറേ 66 പുസ്തകം. 66 ഉണ്ടല്ലയോ? 66. ഇത് ഒറ്റ ഭാഗമായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല 2 ഭാഗമാണ്, പഴയ നിയമവും പുതിയ നിയമം. ഓ അപ്പൊ ചോദിച്ചു പഴയ നിയമം എത്ര പുസ്തകമാണ്? സാറേ 39. പുതിയത് എത്രയാ? 27. അപ്പം ഒന്നുകൂടെ പറഞ്ഞ് പഴയ നിയമം പുതിയ നിയമം. അപ്പൊ ഇത് നിയമമല്ലയോ? അതെ. ഉടനെ അദ്ദേഹത്തിന്റെ ഡയലോഗാ, 2 വീലറിൽ എത്ര പേരാണ് പോകേണ്ടത്? നിയമം വല്ലതും അറിയാവോ? രണ്ട് വീലല്ലേ സാറേ? 2 പേര്. ഇപ്പൊ എത്ര പേരുണ്ട്? 3. അപ്പൊ നിയമം തെറ്റിച്ചില്ലേ? തെറ്റിച്ചു. അപ്പൊ നിയമം തെറ്റിച്ചിട്ടാ നിയമം പറയാൻ തിരുവല്ലയ്ക്ക് പോകുന്നില്ലയോ? പെട്ടെന്ന് ചെല്ലു. അല്ല അനാവശ്യം പറഞ്ഞില്ല, തെറി പറഞ്ഞില്ല, പെറ്റിയടിച്ചുമില്ല, നല്ല മനുഷ്യനാ. ഇത്ര എന്തിനാ ഒത്തിരി പറയുന്നേ? എന്റെ ഭാഷ പറഞ്ഞ 7 തൊലി ഉരിഞ്ഞു. എപ്പോഴും ഞാനത് മറക്കുകയല്ല. പുള്ളി എന്നോട് പറഞ്ഞ ഇത് നിയമം തെറ്റിച്ചിട്ട് ഈ നിയമം പറയാൻ പോവാ തിരുവല്ല വരെ. പെട്ടെന്ന് ഇല്ല, ഇവിടെ നോക്കിയിരിക്കുക, ചെന്ന് പറയാൻ പറഞ്ഞു. പോകുമ്പോഴെല്ലാം മനസാക്ഷിക്ക് കുത്തലായിരുന്നു. അവിടെ ചെന്ന് പ്രസംഗിക്കണമല്ലോ, അതിനല്ലേ വിളിച്ച്. പ്രസംഗിച്ചപ്പോഴും അകത്തിങ്ങനെ കുത്തുക. ഇദ്ദേഹം പറഞ്ഞ വാചകം. അന്നൊരു തീരുമാനമെടുത്തു, ഇങ്ങനെയുള്ള രംഗങ്ങളിൽ കഴിവിന്റെ പരമാവധി നിയമം. ഞാൻ എൻ്റെ കൂടെ വരുന്ന സഹോദരന്മാരുടെ കൂടെ ഞാൻ പറയും നിയമം തെറ്റിക്കരുത്, കൂടെ പറയും.
അവരുടെ ഭാഗത്താ മറുഭാഗത്താ തെറ്റെങ്കിലും നമ്മൾ ക്ഷമിക്കണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരാളോടല്ല, എല്ലാവരോടും. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ഇനി നിങ്ങളത് ചിന്തിച്ചിരിക്കണ്ട. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ വെളുക്കോളം ചിന്തിച്ചിരിക്കും. അപ്പം നിയമം പറയുന്ന നമ്മൾ ആദ്യം നിയമം പാലിക്കണം. ഇത് നിയമമാണ്. പഴയ നിയമവും പുതിയ നിയമം. ഇതുപോലൊരു പുസ്തകം വേറെ ഇല്ല. സത്യവേദ പുസ്തകം. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാരയിൽ ഇതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. രണ്ടു ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ 66 പുസ്തകങ്ങൾ. രണ്ടു ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. അതുപോലെ ശ്രേഷ്ഠമേറിയ ഈ പുസ്തകം. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. പഴയ നിയമവും പുതിയ നിയമവും. ഓർപ്പിച്ചല്ലോ, പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ. പഴയ നിയമത്തിൽ 39 പുസ്തകം. ആ പഴയ നിയമ പുസ്തകങ്ങളെ സാധാരണ ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. പിന്നീട് ചരിത്ര പുസ്തകങ്ങളാ, യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ. പിന്നീട് സംഗീത പുസ്തകങ്ങൾ, നിങ്ങൾക്കറിയാം, പറയണ്ടല്ലോ. ഒടുവിലായിട്ട് പഴയ നിയമം പ്രവചന പുസ്തകം. അത് തന്നെ 2ആയിട്ട് തരംതിരിച്ച് പഠിക്കുന്നു. ഇങ്ങനെയാണ് പഴയ നിയമം. പുതിയ നിയമം ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. 5 പുസ്തകം. അതിൽ 4 പുസ്തകത്തിലെ ചരിത്രം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. 5ാമത്തെ പുസ്തകമാകുന്ന അപ്പോസ്തല പ്രവൃത്തി ആദിമ സഭയുടെ പ്രാരംഭ ചരിത്രം. ഈ സഭയിൽ വരുന്ന വ്യക്തികളെ തനതായ ഉപദേശത്തിൽ നിലനിർത്തുവാൻ എഴുതിയ ലേഖന പരമ്പരകൾ. അത് മുഴുവൻ ഉപദേശമാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ ഉപദേശ വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സഭയിൽ വരുന്നവർക്ക് തോന്നിയതുപോലെ നടക്കാൻ പ്രമാണമില്ല. തിമോഥെയോസ് ലേഖനത്തിലുണ്ട്, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ളതായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത്. അപ്പൊ എങ്ങനെ നടക്കണം? അതാ ഉപദേശങ്ങൾ. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. ഒടുവിൽ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകം. നമ്മൾ ഇന്ന് രാത്രി പ്രാരംഭത്തെ 5 പുസ്തകമാകുന്ന ചരിത്ര പുസ്തകത്തിലെ യേശുക്രിസ്തുവിന്റെ ചരിത്ര പുസ്തകങ്ങളാകുന്ന 4 പുസ്തകത്തിലെ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായി വായിച്ചത്. ഞാൻ ഓർപ്പിച്ചു, പ്രാരംഭത്തിൽ 4 പുസ്തകം ആണ് സുവിശേഷ പുസ്തകങ്ങൾ. അത് യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. എല്ലായിടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടി ഇവിടെ ആവർത്തിച്ചിട്ട് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഞാൻ പറയുന്ന കാര്യമെല്ലാം പെന്തിക്കോസുകാരല്ലെങ്കിൽ ദൈവമക്കൾ ഇത് മനഃപ്പാഠമായ കാര്യമായെങ്കിലും ആരെങ്കിലും അങ്ങനെയല്ലാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിനായി കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 4 പുസ്തകം സുവിശേഷ പുസ്തകമാണ്. എന്താ ഈ സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, നാട്ടുകാരെ അസ്വസ്ഥതപ്പെടുത്തി സ്വൈര്യക്കേട് ഉണ്ടാക്കുകയല്ല, അടിപിടിയോ ബഹളമോ ആർപ്പോ ഒന്നുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ സഭ മാറ്റുകയല്ല, മതം മാറ്റുകയല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു, നസറായനായ യേശു ക്രിസ്തു. നമുക്കെല്ലാം അറിവുള്ള വാക്യം ഒന്ന് വായിച്ചോ. എല്ലാവർക്കും അറിയാമെങ്കിൽ അറിയാത്തവരുടെ അറിവിനാ. തിമോഥെയോസിന്റെ ആ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മനഃപ്പാഠമാണല്ലോ. എങ്കിലും ദൈവദാസനെ ഒന്ന് വായിച്ചു സഹായിച്ചാട്ട്. എന്താണ് സുവിശേഷം? വായിച്ചോ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ
ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു സുവിശേഷം. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഈ സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, ബഹളവും എപ്രാളവും ഒന്നുമല്ല. സുവിശേഷം ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു, നസ്രായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. ഞാൻ വിവരിക്കുന്നില്ല, ഓടിച്ചങ്ങ് പോകാം. ഇനി എന്തിനാ ഈ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തുവാ. ആ സുവിശേഷം എന്തിനാ? ഒറ്റവാക്യം പറയാം, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മനപാഠമാ, എങ്കിലും വായിച്ചോ. തീത്തോസ് 2:11. സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചഭോഗങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന. അപ്പോൾ എന്തിനാണ് സുവിശേഷം? ഒറ്റ വാക്കി പറഞ്ഞാൽ, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട് പറയാം, രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, നസറയനാകുന്ന യേശു ക്രിസ്തു. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവർത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരങ്ങൾ കൊണ്ടോ, അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, പാരമ്പര്യങ്ങൾ കൊണ്ടോ, മാമൂലുകൾ കൊണ്ടൊന്നും ആരും രക്ഷപ്പെടത്തില്ല. പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ, പള്ളിപ്പറമ്പിൽ നിന്ന് വീട്ടുപേരായത് കൊണ്ടോ, പള്ളിക്കുന്നതിൽ നിന്ന് വീട്ടുപേര് വെച്ചുകൊണ്ടോ, പള്ളി താഴെ നിന്ന് വീട്ടുപേര് വെച്ചത് കൊണ്ടോ സ്തോത്രം രക്ഷപ്പെടത്തില്ല. കുരിശുമൂട്ടിലാന്ന് വീട്ടുപേര് നല്ലതാ, പക്ഷേ സ്വർഗത്തിൽ പോണേ കുരിശുമൂട്ടിൽ തന്നെ കിടക്കുകയുള്ളൂ. സ്വർഗത്തിൽ പോണേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞാൻ പകലോ മറ്റത്തെയാ, ശങ്കരിപുരിലെയാ, കാളികാവിലെയാ, ഞാൻ ഇന്നിടത്തെ ആളാ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആമൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പെന്തിക്കോസ് ഹോളിനടുത്താ താമസിക്കുന്ന. ഹോളിൽ തുടങ്ങിയ കാലം മുതലുണ്ട്. എൻ്റെ അപ്പച്ചനാണ് ഇത് തുടങ്ങിയത്. ഞാൻ 2 ഫാൻ മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വരുന്നവർക്കെല്ലാം ചാപ്പാട് കൊടുക്കും, സ്വോത്ര കാഴ്ച കൊടുക്കും. കൺവെൻഷന് ഞങ്ങൾ പൈസ ഈയിടെ കൊടുത്തു. അതൊക്കെ നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, കന്യാസ്ത്രീ ഉണ്ട്, മെത്രാൻ ഞങ്ങളുടെ അടുത്തയാളാ. പാമ്പാടി തിരുമേനിയുടെ കുടുംബത്തിൽപ്പെട്ടതാ ഞങ്ങള്. ദേറാപ്പള്ളി ഞങ്ങളുടെ വസ്തുവിലാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ അപ്പച്ചൻ സെൻട്രൽ പാസ്റ്ററായിരുന്നു, വല്യപ്പച്ചനായിരുന്നു സ്റ്റാർട്ടിങ് മുതലുള്ളയാൾ. അതൊക്കെ നല്ല കാര്യം. പക്ഷേ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഉപദേശിമാരിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ കഴിക്കുന്ന അച്ഛന്മാർക്ക് ലോഹായിക്ക് തുണി കൊടുത്തിട്ടുണ്ട്. ഉപദേശിമാർക്ക് ഞങ്ങൾ ഷർട്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം. വലിച്ചു കീറണ്ട. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇതൊന്നുമല്ല കാരണം, രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റയൊരു നാമമേ ഉള്ളൂ. അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിന്റെ വിശേഷത എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാണ്. ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, അവൻ പുതുഭാഷയിൽ ജനം സംസാരിക്കുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, പാപത്തെ മോചിക്കുന്ന നാമം. ഇത് പരിശുദ്ധ നാമമാണ്. പകർന്ന തൈലം പോലെ ഇത് സൗരഭ്യം തൂവുന്ന നാമമാണ്. ഈ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. ഈ നാമത്തിൽ മുടന്തര് നടക്കും. ഈ നാമത്തിൽ കുരുടർക്ക് കാഴ്ചയുണ്ടാകും, ചെകിടർക്ക് കേൾവിയുണ്ടാകും, ഊമന് സംസാരിക്കും, മരിച്ചവർ ഉയർക്കും. ഈ നാമത്തെ അവൻ സ്തോത്രം എവിടെ ഉയർത്തുന്നോ ആ ഉയർത്തുന്നവനെ ഈ നാമം ഉയർത്തും. എല്ലാ നാമത്തിലും മേലായ നാമം ദൈവത്തിന്റെ മഹത്വം. അതാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അവനെ എനിക്ക് മൈക്ക് ഒരു സുഖം വരുന്നില്ല. ഞാൻ ഒത്തിരി അങ്ങ് എന്തുവാ അതിന് പറയുന്നത്, എന്നാന്ന് എനിക്ക് പറയാൻ അറിയാൻ മേല. അത് ഗുണമായി. എനിക്കൊരു സുഖം വരുന്നില്ല. എന്തുവാന്ന് എന്റെ തൊണ്ടയ്ക്കും അല്പം കുഴപ്പമുണ്ട്. അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എല്ലാവരും രക്ഷപ്പെടണം. അതാ ദൈവത്തിന്റെ തിരികിതം. ഇനി ഈ ആരാ ഇനി സുവിശേഷം കേൾക്കേണ്ടത്? ആരാ കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം.
49 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിപ്പിക്കുന്ന നല്ലതാ. എല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം, എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, എല്ലാം നിങ്ങൾക്ക് അറിയാം. നിങ്ങളോടല്ല ഞാൻ ഈ പറയുന്നതെല്ലാം. അറിയാത്ത ആൾക്കാരും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിന. റോഡിലൊക്കെ ഒത്തിരി സഹോദരങ്ങൾ നിൽക്കുന്നു. ഇവിടെ കസേരയുണ്ട്, നിങ്ങൾ നിന്ന് കാല് കഴിക്കണ്ട. താഴോട്ട് ഇത്ര ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാ. തന്നെയല്ല നിങ്ങളിപ്പം വരാത്തത്, വരുമ്പോൾ എല്ലാവരും നോക്കാം ബേബിയും വരുന്നിട്ടുണ്ടോ എന്ന്. അതിനകത്ത് വരണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് കുഴപ്പമില്ല, ഇത് കേട്ടോണ്ടങ്ങ് പോയാൽ മതി. വായിച്ചു ഇത് വായിരും. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ, എല്ലാവരും ഇത് കേൾക്കണം. ഇരവയാറക്കാർ മാത്രമല്ല, വാഗത്താനത്തുള്ളവര് മാത്രമല്ല, കേരളത്തിലുള്ളവര് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമുള്ളവരല്ല, ലോകത്തിലുള്ള സകല മനുഷ്യരും ഇത് കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. അതന്നെ എല്ലാവരും സുവിശേഷം കേൾക്കണമെന്ന് പറയാൻ കാര്യം, സുവിശേഷം മാത്രമേ നല്ല വാർത്തയുള്ളൂ. ഇത് നല്ല വാർത്തയാ, സത്വർത്തമാനമാ. ഇത് നല്ല വാർത്തയാ, കേൾക്കുന്നവർക്ക് കാതിന് കുളിർമ തരുന്ന വാർത്തയാ സുവിശേഷം. മറ്റു വാർത്തകളൊന്നും നമുക്ക് അത്ര സുഖം തരുന്ന വാർത്തയല്ല. പല വാർത്തയും കേട്ടാച്ചാ വന്നിരിക്കുന്ന മുഖം കാണുമ്പോൾ അറിയാം. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞെങ്കിലൊക്കെ ഇത് കേട്ട് ഇച്ചിരി വ്യത്യാസം വരുള്ളൂ. ആവശ്യമില്ലാത്തെല്ലാം കേട്ടേച്ച് വന്നിരിക്കുക. മുക്കിന് വരെ വന്നപ്പം പറഞ്ഞ ബാക്കി ഇനി തിരിച്ചു പോകുമ്പോൾ പറയാന്ന്. ഇതെല്ലാം കേട്ടേച്ച് വന്നിരിക്കുക. ഇനിയിപ്പം നോട്ടം കാണുമ്പോൾ അറിയാം. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നല്ല വാർത്ത സുവിശേഷമുള്ളൂ. ആർക്കും കേൾക്കാം, എവിടെയും പറയാം, ആരോടും പറയാം, ആർക്കും കേൾക്കാം. തന്നെയല്ല എല്ലാവരും ഇരിക്കുമ്പോ ഇത് പറയാനും കൊള്ളാം. മറ്റു വാർത്തകളൊന്നും എല്ലാവരും ഇരിക്കുമ്പോൾ ഒന്നും പറയാൻ ചെല്ലുപടത്തില് എഴുന്നേറ്റ് പോടാ, വലിയ മൂത്തവര് വർത്താനം പറയുന്നതിനിടെ ഉണ്ടോ? അപ്പൊ കൊള്ളുകാരാത്ത കാര്യമായി പറയുന്നത്. പണ്ട് ഞങ്ങള് ഒരു വീട്ടിലിരുന്നപ്പോഴേ എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്, വേറൊരു അച്ചായനുണ്ട്. അച്ചായൻ്റെ വീട്ടിൽ ഇരിക്കുക. അപ്പൊ അച്ചായൻ്റെ അനുജന്റെ മകന്, അവൻ അന്ന് ഒരു 6 വയസ്സ് കാണുമായിരിക്കും, 6-7 അല്ല, അതിന് കൂടുതലില്ല. അപ്പൊ ഇദ്ദേഹം ഈ സംസാരത്തിന്റെ ചൂട് കയറിയപ്പോൾ ചെറുക്കനെ ശ്രദ്ധിക്കുന്നില്ല, വേറെ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഒരു അല്പം അതിക്രമത്തിലായി പറയുന്നത്, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഹൃദയവേദന വന്നതുകൊണ്ട് അത് പറഞ്ഞത്. പക്ഷെ ഈ പയ്യനത് കേൾക്കാൻ പാടില്ലായിരുന്നു. പുള്ളി അത് ശ്രദ്ധിച്ചില്ല. ഞാൻ പുള്ളിയെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്, പുള്ളിയോടെ തകർക്കുക. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കൂടെ ഒരു വിഷയം പറഞ്ഞപ്പോ അവൻ അതിന് അഭിപ്രായവും പറഞ്ഞു. മറ്റാരുമല്ല, റോഹിച്ചാനൊക്കെ പറഞ്ഞാൽ അറിയാം. അവിടെ നിങ്ങളുടെ ആനിക്കലെ ബാബുച്ചായന്റെ അളിയൻ കുഞ്ഞുവാനിച്ചാന, വെളിയനാട്ടെ കുന്നുപറമ്പിലെ. അപ്പം പുള്ളി ഒരു വിഷയത്തിൽ അങ്ങ് പറഞ്ഞു. അവരെല്ലാം നല്ല സംസാരക്കാരാണല്ലോ. അപ്പം സാബുച്ചായന്റെ മകനാ, അവനിപ്പം UK-ലുണ്ട്, എന്നവൻ കുഞ്ഞാ. അപ്പൊ അവൻ അതിന് അഭിപ്രായവും കയറി പറഞ്ഞു, പാപ്പ ഇതിങ്ങനല്ലേ എന്ന്. ഞാൻ അന്നേരം പോടാന്ന് അവനെ പറഞ്ഞു. അപ്പം ഇതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ വേറെ 1-2 കാര്യം പറയാൻ പുള്ളി വന്നപ്പോ ഉടനെ പുള്ളി പറയാ, പാസ്റ്ററെ കൊച്ചനിരിക്കുന്നില്ലേ, ഞാൻ പറഞ്ഞേനമായിരുന്നു. അപ്പൊ അവൻ ആദ്യം പറഞ്ഞതല്ല, അവൻ കയറി അഭിപ്രായം പറഞ്ഞു. പിന്നെ പുള്ളിക്ക് ഒടുവിലാ ഓർത്തത് ഇവൻ ഇരിക്കുന്നതാണ്. പറയാ, കൊച്ചൻ ഇരിക്കുന്നില്ലായിരുന്നു ഞാൻ. അപ്പൊ കൊച്ചൻ ഇരിക്കുന്നിടത്തും പറയാൻ പറ്റാത്ത കാര്യമുണ്ട്, പ്രായമുള്ളവരെ ഇരിക്കുന്നിടത്തും പറയാൻ പറ്റാത്ത കാര്യം, അപ്പനും അമ്മയും മക്കളും ഇരിക്കുമ്പം പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ സുവിശേഷം എവിടെയും പറയാം. എല്ലാവരും ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒറ്റ വാർത്ത സുവിശേഷം ഉള്ളൂ. മറ്റു വാർത്തകൾ എല്ലാവരും ഇരുന്ന് കേൾക്കാൻ ഒക്കത്തില്ല. ഇപ്പോഴല്ലയോ എല്ലാം മൊബൈലില്. പണ്ടൊക്കെ TV. അന്നൊക്കെ ദേശത്ത് TV ഒക്കെ ഇറങ്ങിയ സമയത്ത് ഒരു വീട്ടിലായിരിക്കും TV. ആ ഏരിയയിലുള്ളതെല്ലാം സന്ധ്യയാകുമ്പോ പിന്നെ പെണ്ണുങ്ങളെല്ലാം നേരത്തെ കഞ്ഞിയും കൂട്ടാനും വെച്ച് പറയുന്നത് പോണം. അപ്പൊ ഈ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവര് ചിലപ്പം വെളിയിലോട്ടുള്ള വാതിലിന്റെ അവിടെ ആയിരിക്കും TV വെച്ചേക്കുന്നത്. എല്ലാം മുറ്റത്തൊക്കെ ഇരുന്ന. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒത്തിരി സംഭവമുണ്ട്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ 2-3 വീട്ടിലേ ഉള്ളു TV. ഒന്ന് പാണ്ടിശ്ശേരിയിലെ കാവാലത്ത്, 2 കളത്തിപ്പറമ്പിലെ വീട്ടില്, പിന്നെ മറ്റു വീടുകളിൽ. എന്റെ ഓർമ്മയായി പറഞ്ഞത്, ആ 2 വീട്ടിൽ എല്ലാരെയും കാണിക്കും.
രജനി സിസ്റ്ററൊന്നും അല്ല, ആ പുള്ളിക്കാരിയായിരുന്നെ അറിയാറുന്ന കാര്യങ്ങൾ. അപ്പം ആ തിണ്ണയിൽ ഇങ്ങനെ വെക്കും, വലിയ വലിയ തിണ്ണയാ കളത്തിപ്പറമ്പില്. അപ്പൊ ആ തിണ്ണയില് ഒരു വാതിലുണ്ട്, അവിടെ വെക്കും, എല്ലാവരും ഇരുന്ന് കാണും. പാണ്ടിശ്ശേരിയില് അപ്പൊ എല്ലാവരും കാണും. അപ്പം അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്നിരുന്നായി കാണുന്നത്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം കാണാൻ പറ്റാത്ത കാഴ്ചകളും, അപ്പം അപ്പനും മോനോട് നിന്നാ കാണുന്നെങ്കിൽ അപ്പം പയ്യെ അങ്ങ് ന്യൂട്രൽ പോവും, അല്ലെ മോൻ പയ്യെ അങ്ങ്. പല പരസ്യങ്ങളും അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഒന്നിച്ചിരുന്ന് കാണാൻ അന്ധതായിട്ട് ജീവിക്കുന്നവർക്ക് ഒക്കുകയല്ല. കുഴ തെറ്റിയവർക്ക് എന്തും കാണുന്നതിന് അവരഭിപ്രായവും കയറി പറയും. മാന്യമായിട്ടും യോഗ്യമായിട്ടും അന്തസ്സായിട്ടും ജീവിക്കുന്ന എല്ലാവർക്കും എല്ലാം ഒന്നിച്ചിരുന്ന് കാണാനും കേൾക്കാനും പറ്റത്തില്ല. പക്ഷേ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാനും കേൾക്കാനും ശ്രവിക്കാനും പറ്റുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. ആരോടും പറയാൻ കൊള്ളാവുന്ന നല്ല വാർത്ത, അത് സുവിശേഷമാണ്. മറ്റു വാർത്തകളെല്ലാം കാതിന് അസ്വസ്ഥത ഉണ്ടാക്കുക. പണ്ട് നളചരിതത്തില് ഉണ്ണായി വാര്യര് പറഞ്ഞതുപോലെ, ജലതല ജങ്കാരം, ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ, കൊടിയ കർണശൂലങ്ങൾ, കുസുമസപുരവ നാസ കുകര സരസൈരിപം, അതിദുഃഖ കാരണം എന്നാരാമസഞ്ചാരണമെന്ന എന്ന് പറഞ്ഞ് ചെവിക്കകത്തോട്ട് ശൂലം കുത്തി കടത്തുന്നത് പോലുള്ള ശബ്ദ കോലാഹലങ്ങള്, ചലതളി ജങ്കാരം, ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ, കൊടിയ കർണശൂലങ്ങൾ, കുസുമസൗരഭം, നാസാ കുകരസരസൈരിപം. അപ്പൊ ഈ പൂമ്പടിയുടെ ഒക്കെ മണവും വണ്ടിന്റെ ഈ ശബ്ദമെല്ലാം ചെവിക്കകത്തങ്ങോട്ട് ശൂലം കുത്തി കിടക്കുന്ന പോലെ നാസാ കുകരസരസൈരിപം. ഈ മണം അസ്വസ്ഥതപ്പെടുത്തുന്നു. ഇവിടുത്തെ മണവും ഇവിടുത്തെ ശബ്ദമെല്ലാം നമുക്ക് സൗകര്യക്കേട് വരുത്തുമ്പോൾ നല്ല ശബ്ദം, നല്ല വാർത്ത, കേൾക്കാൻ ഇമ്പമുള്ള, കർണത്തിന് സുഖം തരുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. അപ്പൊ ശ്രദ്ധിക്കുക, എവിടെയും ഉയർത്താൻ പറ്റുന്ന ഒന്ന് സുവിശേഷമാണ്. ഇതെല്ലാരും കേൾക്കണം. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു, 49:8. വായിച്ചു 49:8. ഒന്ന് വായിച്ചു 49 വായിച്ചേ. സകല ജാതികളുമായുള്ളവരെ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. അപ്പൊ എന്താണ് സുവിശേഷം? നസ്രയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? എല്ലാരും കേൾക്കണം. എല്ലാരും കേൾക്കാൻ പറ്റുന്നതാ സുവിശേഷം. ഇതാരെയും നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തിയൊന്നും ആക്കുകയല്ല, പറയുക. എല്ലാരും കേൾക്കണം. ഇനി സുവിശേഷം കേട്ടാനുള്ള ഗുണമെന്ന ഒരു വാക്യം വായിച്ചോ. ലൂക്കോസ് 2:10 വായിച്ചോ. സുവിശേഷം കേട്ടാനുള്ള ഗുണമെന്ന 2:10. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, ദൂതനവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. അപ്പോ ഈ സുവിശേഷം കേട്ടാനുള്ള ഗുണം, സർവ്വജനത്തിനും മഹാസന്തോഷം ഉണ്ടാകും. എല്ലാവർക്കും സന്തോഷം തരാൻ കഴിവുള്ളത് ആ സുവിശേഷം. ആ 8-ാം വാക്യം മുതൽ യേശുവിന്റെ തിരുജനനത്തിന്റെ വിശേഷത അവിടെ കൊടുത്തിരിക്കുന്ന 8 മുതൽ 13 വരെ ഒന്ന് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതൽ 13-ാം വാക്യം വരെ വായിക്കുമ്പോൾ പ്രധാനമായിട്ട് സുവിശേഷത്താൽ നടക്കുന്ന പല കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഓടിച്ചൊന്ന് വായിച്ചു. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അപ്പൊ ആ ഭാഗം പഠിക്കുമ്പോ ഇങ്ങനെ ഞാൻ പറയാം, വായിച്ചേ. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകളിൽ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഭാഗം നിങ്ങൾക്കെല്ലാം മനഃപ്പാഠം, അതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. ഈ സുവിശേഷം കേട്ടാലുള്ള ഗുണം അവിടെ എഴുതിയിരിക്കുന്നത് പ്രധാനമായിട്ട് 4-5 കാര്യമുണ്ട്. 4-5 കാര്യം. ഒന്ന്, സുവിശേഷം കേട്ടാൽ
ഇരുട്ട് മാറും. കാരണം ഈ സംഭവം നടക്കുന്നത് രാത്രിയിലാണ്. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? രാത്രിയിൽ ഒരു പദം ഉണ്ടല്ലോ, രാത്രി 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 ഇരുട്ടാ. പക്ഷേ ദൂതന്മാരുടെ ഗാനാലാപവും ദൂതന്മാര് വന്ന് പറഞ്ഞപ്പോൾ ഒരു മിന്നലുണ്ടായി, പ്രകാശം. അങ്ങനല്ലേ അവിടെ എഴുതിയിട്ടില്ലേ? കർത്താവിന്റെ തേജസ് അവരെ ചുറ്റും മിന്നി മിന്നി മിന്നി. എന്റെ ഭാഷയാ, ഒരു മിന്നല്. അന്നേരം വെളിച്ചം ഉണ്ടായി. അപ്പൊ അതിന്റെ അർത്ഥം സുവിശേഷം കേട്ടാൽ ഇരുട്ട് മാറും. നിന്റെ കുടുംബത്തിനകത്ത് ഇരുട്ട് മാറണമെങ്കിൽ നിന്റെ ഭവനത്തിൽ സുവിശേഷം എത്തണം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഇരുട്ട് നീങ്ങി പോകണമെങ്കിൽ ജീവിതത്തിൽ സുവിശേഷം എത്തണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇരുട്ട് 3 കാര്യത്തെ പ്രധാനമായിട്ട് കാണിക്കുന്നു. വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല. 1, ഇരുട്ട് പാപം. 2, ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ, അങ്ങനെയൊക്കെ വാക്യമുണ്ട്, പിശാചിനെ കാണിക്കുന്നു. 3, ഇരുട്ട് നരകത്തെ കാണിക്കുന്നു. അപ്പോൾ പാപം, പിശാച്, നരകം, ഇതാണ് ഇരുട്ട്. ക്ഷണിക്കാതെ കല്യാണത്തിന് സാറൊരിക്കലൊരു വരി ഇങ്ങനെ എഴുതി ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം. ഒഴികഴി ഓരോ തരം പറഞ്ഞോ നേരം ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു. ഞാൻ ഇച്ചിരി പറഞ്ഞിട്ട് അടിച്ചാൽ മതി, പറഞ്ഞു കൊഴിഞ്ഞിട്ട്. പണങ്ങി ഇനി അടിക്കാതിരിക്കരുത്. ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം. മുടക്കുണ്ടു കാളകളാൽ അപരനു ഭാരം. രാജാത്മജ വിരുന്നതിൻ വിവരം. രാജാത്മജ വിരുന്നതിൻ വിവരം. ഈ ഉപമയോ മകസാരം. രാജാത്മജ വിരുന്നതിൻ വിവരം. അപ്പൊ എല്ലാവരും ഒഴിവ് കഴിവ് പറഞ്ഞു പോയി. അവര് രാജാവ് ചോദിച്ചു, എന്തിയെ വിളിച്ചവര്? അവരാരും ഇല്ലല്ല, ഇങ്ങനെ പോയി. ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കും. ഒരു കാര്യം ചെയ്യാൻ, അന്റെ പഴുത്തലയ്ക്കലും ആ മാടത്തിന്റെ അവിടെയും ആ റോഡ് മുക്കിലും ഒക്കെ മെനക്കെട്ട് നിൽക്കുന്ന കുറെ കക്ഷികളുണ്ട്, ഇനി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. രാജഭൃത്യന്മാര് ഷടേ നോടി മെനക്കെട്ട് നിന്നതിനെല്ലാം വിളിച്ചു കൊണ്ടുവന്നു. നമ്മളെല്ലാം അങ്ങനെ വന്നവരാ, ഇരിപ്പ് കാണുമ്പോഴും അറിയാമല്ലോ. മെനക്കേടായിരുന്നു. എല്ലാരും വരാൻ പറഞ്ഞു. എല്ലാരും കൂടെ ചെന്ന് വിരുന്നുശാലയെ കയറി. അപ്പം വിരുന്നിന്റെ കാര്യങ്ങൾ അടുത്തപ്പോ രാജാവ് ഈ വന്നവരെ ഒന്ന് കാണാൻ വന്നപ്പോൾ ഒരുത്തനെ കല്യാണ വസ്ത്രം ഇല്ലാതിരിക്കുന്നു. ചോദിച്ചതൊക്കെ വളരെ മാന്യമായിട്ടാ. സ്നേഹിത, എന്തിയെ തുണി? എന്തിയെ? ഇത് പറഞ്ഞു, ഇത് തുണിയല്ലേ? ഇതല്ല, ഇവിടിഞ്ഞോട്ട് വാതൊക്കെ കൂടെ കയറുമ്പം തുണി കൊടുക്കുന്നുണ്ടായിരുന്നു, കല്യാണ വസ്ത്രം. അപ്പൊ അവൻ ചോദിക്കുക, എവിടെ കൊടുത്തു? വാതൊക്കെ ഞാൻ 2 പേരെ ചട്ടം കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു, തുണി കൊടുത്തു വേണം ഇങ്ങോട്ട്. ഞാൻ കണ്ടില്ല, എനിക്ക് കിട്ടിയില്ല. കിട്ടാതിരിക്കാൻ സാധ്യതയില്ലല്ലോ, വാതൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ. ഇല്ല, എനിക്ക് കിട്ടിയില്ല. അപ്പം രാജാവിനും ഡൗട്ട് അടിച്ചു, ബ്രദർ എതിലെയായി ഇതിനകത്ത് കയറിയത്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഡൈവ് ചെയ്ത് വന്നതാണ്, ഞാൻ മതിലി ചാടി. ഇപ്പം പഴയ ജൂഡോയാ, ഞാൻ ഡൈവ് ചെയ്ത് വന്നതാ. കാരണം ഒറ്റ വാതിലേ ഉള്ളൂ. ആ വാതിക്കൽ ഇങ്ങോട്ട് കയറുന്നവർക്ക് വസ്ത്രം കൊടുത്ത് വേണം കയറ്റാൻ. ആ വാതില് മറ്റാരുമല്ല, നസറയനാകുന്ന യേശുക്രിസ്തു. അത് രക്ഷയുടെ വാതിലാ. ആ വാതിലിൽ കൂടെ കയറുമ്പോ നിനക്ക് രക്ഷാവസ്ത്രം തരിക.
അപ്പം പിടുത്തം വീണം പറഞ്ഞു, ഇവൻ വാതിൽ കൂടെ വന്നവൻ. അങ്ങനെ വന്ന ഒത്തിരി ആൾക്കാർ പെന്തിക്കോസിലുണ്ട്. ചേട്ടൻ ഇതിനകത്ത് കയറി അനിയനോട് പറഞ്ഞു, കുഞ്ഞുഞ്ഞുട്ടിയുടെ വാടാ, അങ്ങോട്ട് വണ്ടി ഇടുന്നുണ്ട്, പള്ളി പോണേ ഒത്തിരി സ്റ്റെപ്പും കയറണം, തലയെല്ലാം ഒന്നിന്റെ മണ്ടല, ഇതാകുമ്പം റോഡിന് താഴെയാ. കുഞ്ഞുഞ്ഞുട്ടി വന്ന് പുറകിലിരിപ്പുണ്ട്. പുള്ളി എല്ലാവരും കൈയടിക്കുമ്പോൾ പുള്ളി കുഞ്ഞുഞ്ഞുട്ടി 2 പേരിലിട്ട് അനക്കത്തില്ല. നീ ഡൈവ് ചെയ്ത് വന്നതിനകത്ത് ചെടുത്തി ഇതിനകത്ത് കയറി അനിയത്തിയോട് പറഞ്ഞു, കുഞ്ഞുമ്മയും കൂടെ വാടി, ഓട്ടോയുണ്ട്, ഓട്ടോയിൽ നിന്നെയും കൂടെ അങ്ങോട്ട് ഇറങ്ങാം. കുഞ്ഞുമ്മയും ഓട്ടോയിൽ കയറി വന്ന് പുറകിലിരിപ്പുണ്ട്. സ്തോത്രം. അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഡൈവ് ചെയ്ത് ഇതിനകത്ത് വന്നവര് കൊണ്ട് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. കൈയൊന്നും പോക്കണ്ട, ഇരിപ്പും നോട്ടം കാണുമ്പോൾ അറിയാം നീ ശരിയായ മാർഗത്തിൽ വന്നതല്ല, ഡൈവ് ചെയ്ത് വന്നതാ. ചുരുക്കി പറഞ്ഞാൽ ഇവനെ പിടിച്ച് രാജാവ് വിവരിക്കുന്നില്ല. ഭൃത്യന്മാരോട് പറഞ്ഞു, പിന്നെ അതിനെ കെട്ടി മതിലിയാടി വന്നതല്ലേ, മതിലെ കൂടെ എടുത്തിട്ടേക്കാൻ പറഞ്ഞു. വന്ന വഴി അത് സാറാ എഴുതി വെച്ചേക്കുന്ന നല്ല വരികളാ. പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയുമ്പ ചോടി. അത് തീയ, നരകം, ഇരുട്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ ഇരുട്ട് 3 കാര്യത്തെ കാണിക്കുന്നു വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ. പ്രധാനമായി 1, പാപം. നിന്റെ വാതൊക്കെ കിടക്കുക, അതിന്റെ ആഗ്രഹം നിന്നോടാ. 2, പിശാച്, അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കാനും വന്നിരിക്കുന്നവൻ. 3, നിത്യ നരകം, ചാകാത്ത പുഴുവും കെടാത്ത തീയും പല്ലുകടിയും അവൻ ദണ്ണനോ എന്ന് വേണ്ട സകല കേസുകൊണ്ട് അവിടെ. ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ പല നരകങ്ങളുണ്ടെന്ന താമിശ്രം, അന്ധതാമിശ്രം, വൈതരണി, കുംഭിഭാഗം, ഭൂയോദകം, ആസിപത്രം, ഒത്തിരി നരകങ്ങളുണ്ടെന്ന. ഇരുട്ട് നരകത്തെ കാണിക്കുക. ആ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കാനാ യേശു നമുക്ക് വേണ്ടി ജീവനെ തന്നു. അതല്ലയോ കൊലോസ്യ ലേഖന 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ച്, അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു. കൊലോസ്യ ലേഖന 1:12 പെട്ടെന്ന് വായിച്ചു. കൊലോസ്യ ലേഖന 1:12 വേഗത്തില്. പൂർണ്ണശക്തിയോടെ ബലപ്പെടണം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇരുട്ട് പാപത്തെ കാണിക്കുന്നു, പിശാചിനെ കാണിക്കുന്നു, നരകത്തെ കാണിക്കുന്നു. ഒരു കാലത്ത് പാപത്തിനും പിശാചിനും അവൻ നരകത്തിനും അർഹരായി പോയ എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ഒരുവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അവിടുത്തെ ചുടുചോര നമുക്ക് വേണ്ടി ചീന്തി, അവിടുത്തെ തിരുശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. അവിടുത്തെ രക്തത്താൽ അതിക്രമങ്ങളുടെ പാപമോചനമെന്ന് വീണ്ടെടുപ്പ് തന്നു. അത് വിശ്വസിക്കുന്നവൻ അനുഭവിക്കുക. ആ ഇരുട്ടിന്റെ അധികാരം നമ്മളെ വിടുവിച്ചു. ഇപ്പൊ നാം വെളിച്ചത്തിന്റെ മക്കളാ. നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഈ സുവിശേഷം കേട്ടാൽ 1, ഇരുട്ട് മാറും. ഇരുട്ട് മാറാൻ ഒറ്റ മാർഗമുള്ളൂ, സുവിശേഷം കേൾക്കണം. ജീവിതത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ സുവിശേഷം അകത്ത് വരണം. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ട് ആരാലും വിടുവിക്കപ്പെടാതെ മറ്റുള്ളവർക്ക് സ്വൈര്യക്കേട് വരുത്തി നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ സ്വസ്ഥത കെടുത്തിയ അനേക പ്രിയപ്പെട്ടവരുണ്ട്. പോലീസിന്റെ ലാത്തിക്കോ തത്വ സംഹിതകൾക്കോ പ്രത്യേക ശാസ്ത്രങ്ങൾക്കൊന്നും വ്യത്യാസം വരുത്തുവാൻ കഴിവില്ലാതിരുന്നപ്പോൾ അങ്ങനെയുള്ള 100 പേർക്ക് അവൻ മാറ്റം വരുത്തിയത് സുവിശേഷം ചെന്നതുകൊണ്ടാണ്. അതാ സുവിശേഷത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം. ഇരുട്ട് മാറ്റും, ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റും. എത്ര കുടുംബങ്ങളുടെ ഇരുട്ട് മാറി. പൈശാചിക ബന്ധനത്തിലും മറ്റ് പല പല ബുദ്ധിമുട്ടുകളിൽ കടന്ന് എത്രയോ കുടുംബങ്ങൾ ഈ സുവിശേഷം കേട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആൾക്കാർ പിന്നെയും അങ്ങ് സ്വൈര്യക്കേടുണ്ടാക്കുകയല്ലേ. അതെ, ഇവനുണ്ട് പണ്ട് ഒരു നാട്ടിലൊരു ചൊല്ലുണ്ട്, പട്ടിയോട്ട് തിന്നുകയില്ല, അയ്യോനെ കൊണ്ട് തീറ്റിക്കുകയില്ല. അങ്ങനെയുള്ള ധാരാളം നാശം പിടിച്ചവന്മാരുണ്ട്. ഉണ്ട്. ഇവന് ഗുണമാകുകയില്ല, അന്ന് ആരേലും ഗുണം പിടിക്കാന്ന് വെച്ചാൽ ഇവന്മാര് സമ്മതിക്കുകയില്ല. അയ്യോ, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഇവനെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. അല്ല, എന്നാ ചെയ്യാനാ, വേറെ എന്നാ ചെയ്യാം? നമുക്കിപ്പം വടിയിട്ട് കറക്കാൻ പറ്റുമോ? നമുക്ക് നോക്കത്തില്ല. ഇത് വടിവാള് കാണിച്ചേച്ച് മാർഗത്തിൽ കയറ്റുന്ന പരിപാടിയല്ല. വടിവാളുമായിട്ട് മുക്കി നിന്ന് വെച്ച് അതൊന്നും അല്ല ഈ മാർഗം. തോക്ക് വെച്ചേച്ച് കയറ്റുന്ന മാർഗമല്ലിത്.
ഇത് ശാന്തമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. അംഗീകരിച്ചാൽ അനുസരിച്ചാൽ നിനക്ക് രക്ഷയാണ്. അതാ സുവിശേഷം. അപ്പോൾ ഇരുട്ട് മാറും. അല്ല, ദേശത്തിന്റെ ഇരുട്ട് മാറുകയല്ലേ? ഞാൻ എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ, അല്ല ഇന്ത്യയിൽ, അല്ല ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളിലും ഒരു കാലത്ത് അന്ധകാരമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളുണ്ട്. ഇപ്പോഴും എല്ലായിടത്തും എല്ലാവർക്കും കയറാനൊക്കത്തില്ല, എല്ലായിടത്തും എല്ലാവർക്കും ചെല്ലാനൊക്കത്തില്ല. അയിത്തമുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് അയിത്തമുണ്ട്. എന്തിനാണ്? നമ്മുടെ ഇടയിലും ചിലര് കാണിക്കുമല്ലോ, കൈ തന്നാ ചൊവ്വന് തരികയല്ലോ. എന്നാളൊരുത്തൻ രണ്ടുപേരല്ലാതെ തന്നെ ഞാനും കാഴ്ച രണ്ടേലും തന്നല്ലോ എന്ന്. അപ്പൊ പുള്ളിയെ ഞാൻ പിന്നെ വിളിച്ച പുള്ളി വേറൊരാൾക്ക് ഒരെണ്ണാ കൊടുത്തത്. അപ്പൊ പിന്നെ കുറച്ചുകൂടെ എന്നോട് താല്പര്യം ഉണ്ടല്ലോ എന്ന് ഞാൻ അങ്ങ് ആശ്വസിച്ചു. എനിക്ക് 2 തന്നുള്ളൂ, 5 പേരില്ലെങ്കിലും എനിക്ക് 2 തന്ന്. അപ്പൊ ഞാൻ അടുത്ത് പുള്ളിക്ക് അതുപോലെ അങ്ങ് അതിർപ്പ്. അപ്പൊ ഞാൻ നോക്കി നിന്നപ്പോൾ പുള്ളി വേറൊരാൾക്ക് 1 കൊടുത്തത്. വേറൊരാൾക്ക് പിന്നെ പുള്ളി കൊടുത്തുമില്ല. അപ്പൊ പിന്നെ കുറച്ചുകൂടെ എന്നോട് താല്പര്യം ഉണ്ടെന്ന് ഞാൻ അങ്ങ് ആശ്വസിച്ചു. ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനത്തെ കക്ഷികളൊക്കെ. ഇപ്പൊ പിന്നെ യോഗമായതുകൊണ്ട് പമ്മിയിരിക്കുക ആണെന്ന്. പക്ഷെ ദൈവത്തിന് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഒരു കാലത്ത് ഇരുട്ടായിരുന്നു ഈ ലോകത്തില്, ഈ കേരളത്തിലുമൊക്കെ. റോഡിൽ കൂടെ നടക്കാൻ മേല, ഇതുപോലെ വെള്ളത്തുണി എല്ലാവർക്കും കൊടുക്കാനൊക്കത്തില്ല, പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ല, അക്ഷരം പഠിക്കാൻ അനുവദിക്കത്തില്ല. അടിമ കമ്പോളങ്ങൾ, അടിമ ചന്തകൾ ധാരാളം ഉണ്ടായിരുന്നു. അടിമകളായിട്ട് എത്ര എണ്ണത്തിനെയാ വിൽക്കുന്നത്? ആരും ചോദിക്കാനില്ല. തമ്പുരാക്കന്മാരോട് ചോദിച്ചാൽ അന്ന് പെടലി കണ്ടിക്കുക. ഞാനെപ്പോഴും പറയുമ്പോൾ മല്ലപ്പള്ളിക്കടുത്ത ഒരു സ്ഥലം വെട്ടുകണ്ടം, ഇപ്പൊ അതൊക്കെ പേര് മാറ്റി, ആൾക്കാരെ വെട്ടിക്കൊല്ലുന്ന സ്ഥലമായിരുന്നു. അടിമ ചന്തകളുണ്ടായിരുന്നു. വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കില്ല. സംസ്കൃതം ദേവഭാഷയാണ്, എല്ലാവരും ഉച്ചരിക്കരുത്. അത് പ്രത്യേക ആൾക്കാർ മാത്രമേ സംസാരിക്കാവൂ. ആ സംസ്കൃതം ദേവഭാഷയാണ്. അത് പാത്തിരുന്ന് എങ്ങാനും കേട്ടാൽ അവന്റെ ചെവിക്കകത്ത് തീയ ഉരുക്കി ഒഴിക്കണം. എങ്ങാനും ഉച്ചരിച്ചാൽ, സംസ്കൃത ഭാഷ ഉച്ചരിച്ചാൽ അവന്റെ നാക്ക് പിടിതെടുക്കണം. ഏവമുക്തം ഋഷികേശം കൂടാകേശന്റെ ഭാരതാതിഭൂതം കിം പ്രോക്തവ്യം കിമുച്ഛുതേ ഇതൊന്നും മിണ്ടാനൊക്കത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ വല്യപ്പനെങ്ങാനും മിണ്ടരുതായിട്ട് നാക്ക് നെറ്റിയെല്ലാം ചെത്തി കണ്ടിച്ചുമാര്. ഇപ്പൊ എങ്ങാനും നീ ചത്താൻ തന്നാ കൊച്ചുങ്ങളെ തന്നെ എല്ലാവരും മേളിൽ തന്നെ നിൽപ്പുണ്ട്. അല്ല, അങ്ങനത്തെ ഒരു കാലം നിങ്ങൾക്ക് നമുക്കിപ്പോ രസകരമായി തോന്നും. പക്ഷെ ഈ ഇതിന്റെ തീച്ചൂളെ കൂടെ പോയവരുണ്ട്. സ്ത്രീകൾക്ക്, അമ്മമാർക്ക് മാറ് മറയ്ക്കാനൊക്കത്തില്ല. ഒരു മാന്യ സ്ത്രീക്ക് ഒരു ബ്ലൗസ് ധരിക്കണം, അനുവദനീയമല്ല. റൗക്ക എന്നാ പറയുന്ന റൗക്ക, അത് തയ്ച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇടാനൊക്കത്തില്ല, ഇട്ട് വെളിയിലിറങ്ങാനൊക്കത്തില്ല, കൊല്ലും. അമ്മായിയമ്മ വഴക്കുണ്ടാക്കും, നീ എന്തുവാ കാണിക്കുന്നെന്ന് ചോദിച്ചു. ഭർത്താവ് വന്നപ്പോൾ പറഞ്ഞു, എനിക്കിത് ധരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഭർത്താവ് ഉടനെ ശാന്തമായിട്ട് പറഞ്ഞു, ഇതൊക്കെ ചരിത്ര തെളിവാ, ഒരു കാര്യം ചെയ്യേ, ഇതിട്ടുകൊണ്ട് വെളിയിലൊന്നും നടക്കരുത്, രാത്രിയിൽ ഇത് ധരിച്ചോണം, മുറിക്കകത്തൂടെ നമ്മുടെ പെരയ്ക്കകത്തൂടെ നടന്നോണം, വെളിയിലിറങ്ങരുത്, വെളിയിലിറങ്ങി അവർ കൊല്ലും. കാരണം സ്ത്രീകൾക്ക് മാറ മറയ്ക്കാൻ അനുവദിക്കുകയല്ല എല്ലാവർക്കും. അവയവങ്ങൾക്ക് കരം കൊടുക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. വിവരിക്കുന്നില്ല, ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഒരമ്മയ്ക്ക് കരം കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് ആ അമ്മ ആ അവയവം ചെത്തി കൊടുത്തു. ആ സ്ഥലത്തിന് ഇപ്പോഴും ആ പേരിനാൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്, ഞാൻ ഓസ്ട്രേലിയയിലെ കാര്യമൊന്നുമല്ല പറയുന്നത്. ചില പറയാറുണ്ട് ഇന്തോനേഷ്യയിൽ, അതവിടെ നിൽക്കട്ടെ, ഇപ്പൊ ഇവിടുത്തെ കാര്യം പറയാം. അമേരിക്കയിൽ, അവിടെ അതൊക്കെ അമേരിക്കയിലെ കാര്യം പിന്നെ പറയും. ഇപ്പൊ ഇവിടുത്തെ കാര്യം കേരളത്തിൽ നിന്നാണ്. അത്ര ഇരുളായിരുന്നെന്ന് കേരളത്തില്. ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല, കൂലി ചോദിച്ച് തമ്പുരാക്കന്മാരുടെ വീട്ടിൽ ചെല്ലാനൊക്കത്തില്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല, വിവാഹത്തിന് കൊടുക്കത്തുമില്ല, എടുക്കത്തുമില്ല. അതുകൊണ്ടാണല്ലോ മിശ്രഭോജനമൊക്കെ നടത്തിയത്. ചരിത്രം പഠിക്കുന്നവർ മിശ്രഭോജനം. ആശാൻ ഇതെല്ലാം കണ്ട് എഴുതി, തൊട്ടുകൂടാത്തവര്, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോമരങ്ങൾ, ഇങ്ങനെയുള്ളൊരു കാലമുണ്ടായിരുന്നു. അത് വല്ലാത്ത അന്ധകാരത്തിന്റെ കാലമാണ്, ഇരുണ്ട അനുഭവങ്ങളാ. പക്ഷേ ആ അന്ധകാര ശക്തികളെല്ലാം മാറിയത് ഈ സുവിശേഷം വന്നത് കൊണ്ട്. സുവിശേഷമാ വെളിച്ചം. ഇവിടെ അടുത്ത് മല്ലപ്പള്ളിയിലെ ഒരു സായിപ്പ് വണ്ടിയെ പോയപ്പോൾ ആ കണ്ടത്തിലെ ഒരു കാളെ ഒരു മനുഷ്യനും കണ്ട ഉഴുതുകൊണ്ടിരിക്കുക. ഇപ്പറേ കാള, അപ്പറേ മനുഷ്യൻ ഉഴുതുകൊണ്ടിരിക്കുക. ഇന്ന് സായിപ്പന്മാർ ഇവിടെ ഉള്ള കാലമാണ്. നല്ല സായിപ്പന്മാരുണ്ട്, സായിപ്പന്മാരെല്ലാം നല്ലതല്ല. ഇപ്പോഴും ബോധമില്ലാത്ത ഒത്തിരി സായിപ്പന്മാർ ഇവിടെ ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ കിടക്കുക ഇവന്മാര്. എവിടെയാണെന്നോട് ചോദിക്കരുത്.
ഓളമൊന്നും അല്ലെന്ന്, വേറെ സ്ഥലമുണ്ട് പറഞ്ഞ തല്ലി മേടിച്ച് ചൂപ്പാട് വരുമ്പോൾ ഞാൻ ഇഷ്ടം പോലുണ്ട്. അയ്യന്മാരെല്ലാം നല്ലതാണെന്ന് പറഞ്ഞത്, പക്ഷെ നല്ല മനുഷ്യരുണ്ട്, അതെല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു മിഷനറി യാത്ര ചെയ്തപ്പോൾ കാളവണ്ടിയെ പോയപ്പോൾ ഒരു മനുഷ്യനെ മാടിനെ കൂടെ വെച്ചുവിടുന്നു. വണ്ടി അവിടെ നിർത്തി ആ മനുഷ്യനെ ഇഞ്ഞ് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ചുമതലപ്പെട്ടവര് പറഞ്ഞു, അത് ഞങ്ങളുടെ അടിയാനാണ്, വണ്ടി പോരുതെന്ന്. ആ മനുഷ്യനെ സാഹിബ് വണ്ടിയെ കയറ്റി സാഹിബിന്റെ ബംഗ്ലാവിൽ കൊണ്ടുപോയി തേച്ച് കുളിപ്പിച്ചു, ഭക്ഷണം വയറ് നിറച്ചു കൊടുത്തു, അതിനുശേഷം അക്ഷരം പഠിപ്പിച്ചു. സ്തോത്രം. നിങ്ങൾ ചുമ്മാ പറഞ്ഞ കാര്യമൊന്നുമല്ല. ആദ്യം വൃത്തിയാക്കി, ശുചിത്വം. കണ്ടത് കിടന്ന് ഉഴുത് ചേറും ചെളിയായിട്ടിരിക്കുക. ചേരേറാ മനുഷ്യനേറാ, 2 കണ്ണ് മാത്രമുണ്ട്. തേച്ചു കുളിപ്പിച്ചു. ആ മനുഷ്യന് വസ്ത്രം കൊടുത്ത് ഭക്ഷണം കൊടുത്തു, വിശപ്പിന് വയറ് നിറച്ചു. അതിനുശേഷം അക്ഷരം പഠിപ്പിച്ചു. ആശാൻ ഒരു വരി എഴുതിയിട്ടുണ്ട്, അക്ഷരമെന്നതറിവില്ല ചാത്തന്, യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരം അറിയാൻ മേലാത്തതുകൊണ്ടാ, എഴുത്തും വായന അറിയാൻ മേലാത്തത് കൊണ്ട് ചാത്തൻ ധരിച്ചത് യക്ഷി പേയ് ഇതെല്ലാം ദൈവമാണെന്ന. യക്ഷി ദൈവം, പേ ദൈവം, പേയ അത് അക്ഷരം അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് അക്ഷരം പഠിപ്പിച്ചു. അക്ഷരം പഠിപ്പിച്ചപ്പോൾ വായിക്കാൻ പഠിച്ചപ്പോൾ വിവരം ഉണ്ടായപ്പോൾ ചാത്തന് മനസ്സിലായി, യക്ഷി അല്ല ദൈവം, പേ അല്ല ദൈവം, അവൻ സകലത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഇനി എന്റെ ഭാഷയിൽ അങ്ങ് പറയാം കേട്ടോ, നിങ്ങൾ മെനങ്ങരുത്, എന്റെ ഭാഷ. അപ്പൊ ചാത്തൻ പറഞ്ഞു, ഇനി എന്റെ പേര് ചാത്തൻ എന്നിടണ്ട, ചാക്കോ എന്നിട്ടാ മതി എന്ന് പറഞ്ഞു. വിവരം വരുമ്പോഴാണെന്നല്ലേ ഇതൊന്നും ഉണ്ടാകുന്നത്. അങ്ങനെ ചാത്തനായിരുന്നു യക്ഷിയും പേയും ദൈവമാണ്. അപ്പൊ അതല്ല ദൈവം, ഇതിനെല്ലാം സൃഷ്ടിച്ചൊരു ദൈവമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. ദേശത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ ദേശത്ത് സുവിശേഷം ഉയർത്തണം. നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ നിന്റെ ഭവനത്തിൽ അവൻ സുവിശേഷം എത്തണം. ജീവിതത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ സുവിശേഷം എത്തണം. ആഫ്രിക്കയുടെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, എന്നേക്കാൾ ചരിത്രം അറിയാവുന്നവര് ഇവിടെ ഇരുപണ്ട്, വിശേഷിച്ച് പ്രിയ റോയിച്ചാനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൈവെക്കുന്നില്ല. പണ്ട് ഒരു പഴഞ്ചൊല്ലുള്ളത് പോലെ, വയ്യാത്ത പട്ടി എന്തിനാ കയ്യാലെ കയറുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തിനാ വെറുതെ ഇന്ന് രാത്രി കയ്യാലെ കയറുന്നത്. അറിവുള്ളവര് നന്നായിട്ട് പറയട്ടെ. അപ്പം എങ്കിലും ഒറ്റ വാക്ക് പറയാം, മനുഷ്യനെ തിന്നുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. ആ രാജ്യത്തിന്റെ ഇരുട്ട് മാറിയത് സുവിശേഷം ചെന്നതുകൊണ്ട്. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങും പകർത്തുവാൻ ഉയർത്തുവാൻ അവൻ കൊള്ളാവുന്ന ഒന്ന് സുവിശേഷമാണ്. ആ സുവിശേഷം വന്നു കഴിയുമ്പോൾ സംഭവിച്ച കാര്യമായി പറയുന്നത് ദൈവത്തിന്റെ മകത്ത് ഒന്ന് ഇരുട്ട് മാറി. കാരണം രാത്രിയിലായി സംഭവം. ആ മിന്നലുണ്ടായി കഴിഞ്ഞപ്പോൾ ഇരുട്ട് മാറി. ഇന്ന് രാത്രി എന്റെ സ്നേഹിത സുഹൃത്തെ, എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ സുവിശേഷം എത്തണം. സുവിശേഷം വെളിച്ചമാണ്. ദൈവത്തിന് മഹത്വം.
മാത്രമല്ല കണ്ണിക പഠിക്കുമ്പോൾ 2 ഭയം മാറും. അവിടെ ദൂതൻ വന്ന് പറയുക ഭയപ്പെടേണ്ട, അങ്ങനെ എഴുതിയേക്കുന്നല്ലയോ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. അയ്യോ ഭയം മാറും. എല്ലാവർക്കും പേടിയല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പേടിയാ. നിങ്ങൾ പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല, ഇല്ലായിരിക്കും. പക്ഷെ എന്തേലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഭയമുള്ളവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ. ഒരിക്കലും ഒരാളിനോട് പറഞ്ഞു എനിക്ക് ഒന്നിനെയും പേടിയില്ല, പക്ഷെ എന്റെ ഭാര്യ അന്നമ്മയെ പേടിയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ 8:30 പോളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു 8:30 വണ്ടി എടുത്തോണം. കാരണം ഞാൻ അങ്ങോട്ട് തന്നെ ചെല്ലണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 8:20 പൊക്കോളാൻ പറഞ്ഞു. പേടി. ആൾ 6 അടി പൊക്കമുണ്ട്, അന്നമ്മയ്ക്ക് 4.5 അടിയേ ഉള്ളു. എന്നാലും പിന്നെ ഇത് പറഞ്ഞപ്പോ ഒരു സംഭവം കൂടെ ഓർമ്മ വന്നു. ഞങ്ങൾ ഒരിക്കലും ഒരു യോഗത്തിന് പോവുക. അച്ചായന് ഒരു 6 അടി പൊക്കമുണ്ട്, നല്ല ദൃഢഗാത്രം കാണല്ലേ. കൊച്ചമ്മ 4.5 അടി കാണുമായിരിക്കാം. എല്ലാരും വള്ളത്തിലോട്ട് കയറുക. അച്ചായൻ ഇങ്ങനെ വലിയ പ്രൗഢിയുള്ള ആളാ. ഒരു പടിയല്ല, ഒരു കാലം കൂടെ നിൽക്കുക. അപ്പം ആദ്യം വള്ളത്തിൽ കയറി പറഞ്ഞു അച്ഛാ കേറച്ചാന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ നിൽക്കുക. കൊച്ചമ്മ വള്ളത്തിൽ കഴിഞ്ഞ് കേറച്ചാന്ന് പറഞ്ഞു. എടുത്തി ആടി വള്ളത്തിൽ കയറി. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. കൊച്ചമ്മ ഇപ്പോഴും ഉണ്ട്. അച്ചായൻ കടന്നുപോയി. അപ്പം 6 അടി പൊക്കം ഉണ്ടായിട്ടൊന്നും വലിയ 4.5 അടിയുള്ള തള്ള പറഞ്ഞപ്പോ അന്നേരം ചാടി കയറി എന്നുള്ളതാണ്. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. എല്ലാവർക്കും ഉണ്ട് ഭയം. മരുമകളെ പേടിയുള്ള അമ്മായിയമ്മ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വർത്താനം പറയാൻ അവള് വരുന്നു പിന്നെ ഉണ്ട്, ഇതിനകത്തുണ്ട്. അമ്മായിയമ്മയെ പേടിയുള്ള മരുമകളും ഇതിനകത്ത് ഉണ്ട്. അമ്മച്ചി വരുന്നു പിന്നെ പേടിയുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവർക്കും ഭയമാണ്. ചില വിശ്വാസികൾക്ക് ഉപദേശിമാരെ പേടിയാ. ദൈവത്തെ പേടിയൊന്നുമില്ല. ഞങ്ങളുടെ പാസ്റ്റർ വരുന്നു, ഞങ്ങളുടെ പാസ്റ്റർക്ക് ഇഷ്ടമല്ല, അല്ലൊരു മൂരാച്ചിയാണ്. ഞങ്ങൾക്ക് കരാളിന് വരണമെന്നും നക്ഷത്രം തൂക്കണമെന്നും ക്രിസ്തുമസ് ആഘോഷിക്കണമെന്നും ഓണം ഉണ്ണണമെന്നും ഒക്കെ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമാണ്. പറ്റിയ പക്ഷേ അയാൾ മെനക്കേടാ. ദൈവത്തെ അല്ലല്ലോ ഭയം, പാസ്റ്ററെ പേടിയാ. ചില പാസ്റ്റർമാർക്ക് വിശ്വാസിയും പേടിയാ. അതെ, സഭയിലെ മൂപ്പന്മാരെന്നാ പറയുന്നത്. പാസ്റ്റർമാർ എന്നോട് പറയും പക്ഷെ പേടിയാ. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുക. ചിലക്ക് പാമ്പിനെ പേടിയില്ല, പക്ഷെ പട്ടിയെ പേടിയാ. ചിലക്ക് പട്ടിയെ പേടിയില്ല, പാമ്പിനെ പേടി. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുക. അപ്പൊ ഭയം. ചിലക്ക് മരണഭീതിയാ. എന്തേലും ഒരു ചെറിയ അസുഖം വന്നാൽ ഉടനെ ഭയമല്ലേ, മരിക്കാൻ പോവാന്ന്. തലയ്ക്കൊരു വേദന, അയ്യോ ഈ തലയ്ക്ക് വേദന എന്നാന്ന് എനിക്കറിയാൻ മേല, പേടിയാ. ട്യൂമറാണോന്ന് ഒന്നുമില്ല, നിനക്കൊരു കുഴപ്പവും ഇല്ല. ഭയം പിശാചിടുന്നതാണ്. വയറ്റിലൊരു വേദന അല്ലെ ഒരു അസ്വസ്ഥത, ഉടനെ ഇപ്പം ആതുര ശുശ്രൂഷ രംഗം മിക്കതും ബിസിനസ് ആണല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അയ്യോ മുഴുവൻ പരിശോധനയാ. മൂക്കടപ്പ് ആയി പിടിക്കുമ്പോൾ തീരാനുള്ളതേ ഉള്ളൂ. ഉടനെ പറയാം ബ്ലഡ് പരിശോധിക്കണം, പിന്നെ യൂറിൻ പരിശോധിക്കണം, പിന്നെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാം പരിശോധിക്കണം. കഫവും കൂടെ കൊണ്ടുവരാൻ സ്കാൻ ചെയ്യണം. ഒരു മൂക്കടപ്പൻ അങ്ങോട്ട് ചെന്നതാ, സ്കാൻ ചെയ്യണം, എക്സ്റേ എടുക്കണം. ചുരുക്കി പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാ, വലിയ പ്രയാസമാണ്. ഇത് ബിസിനസ് അല്ലേ? അതെ, ബിസിനസ് ആണ് ഇത് മുഴുവൻ. അതുകൊണ്ട് ആശുപത്രി ചെന്ന് ഡോക്ടർമാർ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഓപ്പറേഷന് കയറരുത്. ഒരു ഓപ്പറേഷൻ വേണം, അന്നത്തെ കീറിക്കോ സാറേ, എവിടെ വേണേലും കീറിക്കോ, അതായിട്ട് നടക്കുന്നത് ചെയ്യരുത്. ഒരു 5-6 ഡോക്ടർമാരുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, നിങ്ങൾ യോജിക്കുകയല്ല. പ്രൈവറ്റുകാർ പറഞ്ഞാലും മെഡിക്കൽ കോളേജ് നല്ലതുപോലെ പഠിച്ച ഡോക്ടർമാരെ കൊണ്ടൊന്ന് കാണിക്കുന്നത് നല്ലതാ. നിനക്ക് ഗുണം വരുന്ന കാര്യമാണ് പറഞ്ഞത്. ചുമ്മാ ഒന്നും അങ്ങനെ ചെയ്യരുത്. ഞങ്ങളുടെ ഒരു അമ്മാമ്മ അവിടെ ചെന്ന്, പുള്ളിക്കാരി ബസ്സിൽ കയറി ഇറങ്ങി നടന്ന് ഓട്ടോ പിടിച്ച് ഓട്ടോയിൽ അവിടെ ചെന്ന് നടന്ന് 2ാം നില കയറി അവിടെ ചെന്ന് പരിശോധന പുള്ളിക്കാർ പരിശോധിച്ച് വെച്ച് പറഞ്ഞു കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരി ഇല്ല, ഞാൻ തന്നെയാ, ഇപ്പൊ ഓപ്പറേഷന് കയറണമെന്ന്. എന്നാന്ന് ചോദിച്ചപ്പോ 5 ബ്ലോക്ക് ഉണ്ട്, താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത പരുവത്തിലാന്ന്. അപ്പൊ അവർക്ക് വേണ്ടപ്പെട്ട, എനിക്കൊന്ന് അവരുടെ മകളാണോ മരുമകൾ ആരാണ് അവിടുത്തെ നേഴ്സോ, അവർക്ക് പറയാൻ പറ്റുമോ അമ്മയെ കള്ളത്തരവാന്ന് പറയും. അവള് ദൂരെ നിന്ന് കണ്ണടച്ച് കാണിച്ചു. അപ്പൊ ഇച്ചിരി വിവരമുള്ള സ്ത്രീയായിരുന്നു, അവർക്ക് മനസ്സിലായി പന്തികേടാണ്. പുള്ളിക്കാരി വേണം, ഡോക്ടറെ ഞാൻ ഓർക്കാതെ
വൈകിട്ട് തന്നെ ഓപ്പറേഷൻ നമുക്ക് നടന്നു. ഹസ്ബൻഡിനോടൊന്ന് പറയണം, വെളിയിലോട്ടിറങ്ങി ഒന്ന് പറഞ്ഞേച്ച് വരട്ടെന്ന്. ഒരു വെളിയിലോട്ടിറങ്ങി ഓട്ടോ പിടിച്ച് നേരെ വീട്ടിൽ വന്ന് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഒരു ഡോക്ടർ, നടന്ന കാര്യമാണ്, ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരും മെഡിക്കൽ കോളേജിൽ ഒരു സീനിയർ ഡോക്ടർക്ക് ചെന്ന് കാര്യം പറഞ്ഞു. പുള്ളി പരിശോധിച്ചു പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഈ ഗുളിക ടാബ്ലറ്റ് 1 മാസം കഴിച്ചാൽ മതി, ഒരു കുഴപ്പമില്ലെന്ന്. ആ 1 മാസത്തേക്കുള്ള ഗുളിക കോട്ടയം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറാണ് പുള്ളി പറഞ്ഞത്. മറ്റേത് പ്രൈവറ്റിലാണ് പോയത്, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഇത് കഴിക്കാൻ പറഞ്ഞു. അവരത് കഴിച്ചു. ഇപ്പൊ തന്നെ ഒരു 12 വർഷം കഴിഞ്ഞ് കുതിര പോകുമ്പോൾ ഈളെ ഞാൻ കണ്ടു. അവിടെ ചെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറിക്കോ, കത്തിയായിട്ട് അവര് നിൽക്കുക, കീറാൻ. മുഴുവൻ ബിസിനസ്സാണ്. പിന്നെ നമ്മുടെ ആൾക്കാരുടെ എല്ലാം സൗജന്യ നേത്ര ചികിത്സ. സൗജന്യം എന്നൊരു വാക്ക് നമുക്ക് കേൾക്കാൻ മേല. സൗജന്യം അന്നേരം പോകുമ്പോ ഓട്ടോ പിടിച്ചു അല്ലേ? അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ബിസിനസ്സാണ്. നമ്മളെ ഭീതിപ്പെടുത്തും, ഭയപ്പെടുത്തും. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവർക്കും ഭയമാ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാ, സുവിശേഷത്തിന്റെ വിശേഷത എന്താണെന്നറിയാമോ? നിന്റെ ഭയം മാറ്റും. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നീ തിരുവടത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ പ്രാവശ്യം ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിന്റെ ജീവിതത്തിന്റെ ചിത്തഭ്രമങ്ങളും ഭയങ്ങളും മാറ്റുവാൻ കഴിവുള്ള മാർഗമൊന്നാണ് സുവിശേഷം. മരണഭീതികളിൽ, ചിത്തഭ്രമങ്ങളാൽ, ആകുല ചിന്തകളാൽ നിരാശാഭരിതരായി രോഗപീഠകളിൽ വലയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, മരണത്തെ മുഖാമുഖമായി കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, ചിലപ്പോ ക്യാൻസർ ആയിരിക്കും, ബ്രെയിൻ ട്യൂമർ ആയിരിക്കും, കിഡ്നി പ്രോബ്ലം കാണും, ഹാർട്ടിന് പ്രോബ്ലം കാണും, ഷുഗർ കൂടിയൊക്കെ ഇരിക്കുക, അത് ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി സകല രോഗത്തെ സൗഖ്യമാക്കുന്നവൻ, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, നിന്റെ ഭീതികളെ മാറ്റുന്ന, ചിത്തഭ്രമങ്ങളെ മാറ്റുന്ന നസറായന്റെ മഹത്വമുള്ള സുവിശേഷം ഇന്ന് രാത്രി സകല ഭീതിയും മാറ്റിത്തരും. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭീതി മാറ്റിത്തരുമെന്നാണ്. മരണഭീതികൾ ഇന്ന് രാത്രി മാറട്ടെ. മരണത്തിന്റെ തരുണങ്ങൾ പലതു വന്നതും, മരണദൂതനരിയുവ എന്നരികിൽ നിന്നതും, മരണത്തിൽ തരുണങ്ങൾ പലതു വന്നതും, മരണദൂതനരിയുവ എന്നരികിൽ നിന്നതും, ഇരുളിലായി ഞാൻ ദുരിതമോടെ, ഇരുളിലായി ഞാൻ ദുരിതമോടെ കരയുന്നതിൽ കണ്ടുവിൻ അരുമനാഥനെ, അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ, അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഞാൻ അധികം ആ ഭാഗത്ത് നിൽക്കുന്നില്ല. അപ്പൊ സുവിശേഷം അവൻ നിന്റെ ജീവിതത്തിന്റെ അവൻ ഭീതി, ഭയം മാറ്റിത്തരും. 1 വെളിച്ചം വീശും, 2 ഭയം മാറ്റും, 3 സന്തോഷം തരും. ബാക്കി ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? അപ്പൊ 1 ഇരുട്ട് മാറും, 2 ഭയം മാറും, 3 നിത്യ സന്തോഷം ഉണ്ടാകും. 1-2 കാര്യം കൂടെ ആ ഭാഗത്ത് പറഞ്ഞേച്ച് പെട്ടെന്ന് നമുക്ക് നിർത്താം. എപ്പോഴാ പ്രസംഗം നിർത്തുന്നത്? ഇപ്പം നിർത്തണോ? 9:30 എപ്പോഴാ? 9:30. ഇംഗ്ലീഷ് ഇരിക്കട്ടെ. 9:30. ആയിക്കോട്ടെ, കൃത്യസമയത്ത് 9:30 തന്നെ നിർത്താം. അവ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്താൽ എന്തൊക്കെ സംഭവിക്കും അതുകൂടെ അറിഞ്ഞേച്ചു പോകുന്നത് നല്ലതാ. സുവിശേഷത്താൽ എന്തൊക്കെ സംഭവിക്കും? സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങള് ഒന്ന് വായിച്ച് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-15 വായിച്ച് സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം. പെട്ടെന്ന് വായിക്കും. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്താൽ സംഭവിക്കുന്ന 1-ാമത്തെ കാര്യം, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം ഉണ്ടാകണം. മാനസാന്തരം എന്തുവാ? മാനസാന്തരം
മാനസാന്തരം ഉണ്ടാകുന്ന നടുപ്പത്തി തട്ടി വെച്ച് യോഗം നടത്തുന്നതല്ല. പക്ഷെ ഭിത്തി അങ്ങ് പൊളിച്ചോ നമുക്ക് എന്നിട്ട് യോഗം അത് നടത്തിക്കോ, അതല്ല മാനസാന്തരം. കുമ്പനാട്ടി എന്ന് തമ്പേർ മേടിച്ച് അടിച്ച് നാട്ടുകാരെ കിടത്തി കൊടുക്കാത്തതല്ല മാനസാന്തരം. തമ്പേർ നല്ലതാ, തമ്പേർ അടിക്കുകയും ചെയ്യണം. ഞാനും രാവിലെ തമ്പേർ അടിച്ച പാട്ട് പാടി പ്രാർത്ഥിക്കുന്നത് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ. എനിക്ക് ചില രീതികളുണ്ട്. ഞാൻ രാവിലെ തമ്പാറടിച്ച് പാട്ട് പാടുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും എഴുന്നേറ്റ് എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. ഇല്ല ആ വീട്ടിലൊരുത്തനെ ഞാൻ കിടത്തുകയല്ല. പിന്നെ ഇവിടെ ദൈവമക്കൾ തരുന്ന കാശ് കൊണ്ട് വാടക കൊടുത്ത് ജീവിക്കുന്നത്, അതിനകത്ത് പാട്ടും പ്രാർത്ഥനയാണ് ഉയരേണ്ടത്. നീ പൂണിന്റെ തീറ്റ് നിന്ന് വെച്ച് മാണ്ട് കിടന്നാലൊന്നും അവിടെ കിടത്തുകയല്ല, അവിടെ അത് ഉയരണം. ഞാൻ രാവിലെ തമ്പാറടിച്ച് പാട്ട് പാടും. അന്നേരം എല്ലാവരും എഴുന്നേറ്റ് അവിടെ ഞങ്ങളുടെ വീട്ടിൽ മിക്കപ്പോഴും ആളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അതിഥികളുണ്ട്. അതിഥി ആന്തേലും കൊള്ളാം, പാട്ട് പാടുമ്പോൾ അവിടെ വന്നിരുന്ന് നിർബന്ധമായ കാര്യമാണ്. കാരണം ഇത് ദൈവത്താൽ തന്നതാണ്, നിർബന്ധമാണ്. എല്ലാവരും എഴുന്നേക്കണം. ഞാൻ മറ്റു രാജ്യങ്ങളിൽ പോയാലും ഞാൻ എന്നെ എവിടെയെങ്കിലും താമസിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ രാവിലെ പാട്ട് പാടി പ്രാർത്ഥിക്കും, അത് താല്പര്യം ഉണ്ടെങ്കിലേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അല്ലാണ്ട് വെച്ച് എനിക്ക് അന്നേ ശബ്ദം കുറയ്ക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുവാണ്. വെറുതെ മെനക്കേടുണ്ടാകും. ഞാൻ ഇരുന്ന് പാട്ട് പാടി ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കും. അത് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാവൂ, ഇല്ലെങ്കിൽ എന്നെ എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ തിരിച്ചുകൊണ്ട്. എന്റെ എല്ലാവരും യോജിക്കുകയല്ല, പക്ഷെ എനിക്കല്ല, നിർബന്ധമാണ്. അപ്പൊ എന്താ ഈ സുവിശേഷം? ഈ സുവിശേഷം കേട്ടാൽ സംഭവിക്കുന്നത് ഒന്ന്, മാനസാന്തരം. എന്തുവാ ഈ മാനസാന്തരം? തമ്പേലടിക്കുന്നതല്ല. ചിലക്ക് മാനസാന്തരം വന്നു കഴിഞ്ഞാൽ ആരോടും മിണ്ടുകയല്ല. അപ്പറയാരാ അനിയൻ, ഞങ്ങൾ മിണ്ടുകയല്ല. അതിന് ജാതികൾ അയലത്തുകാരോട് മിണ്ടാത്തതാണോ മാനസാന്തരം? അനിയനും ചേട്ടനും തമ്മിൽ ഉടക്കുണ്ടാക്കുന്നതാണോ മാനസാന്തരം? ചിലക്ക് മാനസാന്തരം മാനസാന്തരം വന്നു കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയല്ല. എന്ത് അച്ചായനും അമ്മയും ഞങ്ങളുടെ കൂടെ അല്ല, എവിടെ? അനിയന്റെ കൂടെ. അതിന് അവര് സമുദായത്തില്ല. മാനസാന്തരം അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തതാണോ? സഹോദരങ്ങളോട് മിണ്ടാത്തതാണോ? അയലത്തുകാരന്റെ അതിര് മാന്തുന്നതാണോ? അല്ലല്ലല്ല. ശരിയായിട്ടൊരു മാനസാന്തരം ഉണ്ടായ ആളുണ്ട്, സക്കായി. യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ മുന്നോട്ട് ഓടി അത്തിമരത്തിൽ കയറി. യേശു താഴെ വന്നപ്പോ സൂക്ഷം മേളിലോട്ട് നോക്കി പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ആരും കാണരുതെന്നും പറഞ്ഞ അത്തിയുടെ മേളിൽ കയറിയത് യേശു കണ്ടു. അത്തിയുടെ മേളിൽ ഇരുന്ന യേശു കാണും. ഒരുത്തനോട് ഒരിക്കൽ പറഞ്ഞു, നിന്നെ എനിക്ക് അറിയാം, എപ്പോൾ നീ അത്തയുടെ കീഴിൽ ഇരുന്നപ്പോ. അപ്പൊ അത്തയുടെ മേളിൽ ഇരുന്നാലും കാണും, കീഴിൽ ഇരുന്നാലും സൂക്ഷം കണ്ടുപിടിക്കും. വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും വേദപഠിതാക്കളിൽ ചിലര് പറയുന്നത് ആദമും ഹവ്വയും വെയിലാറിയപ്പോൾ ദൈവം തമ്പുരാൻ വന്നപ്പോ അത്തിക്ക് മറഞ്ഞിരിക്കുന്ന സാറ്റ് കളിച്ചെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തിക്ക് മറഞ്ഞിരുന്നാലും, അപ്പൊ അത്തിയുടെ മേളിൽ ഇരുന്നാലും കാണും, അത്തിയുടെ കീഴിൽ ഇരുന്നാലും കാണും. അത്തിക്ക് മറഞ്ഞിരുന്നാലും അവിടത്തേക്ക് മറവായിട്ടൊന്നുമില്ല. സ്തോത്രം. ആ സക്കായിയുടെ വീട്ടിൽ യേശു വന്നു. യേശു ഒന്നും പറഞ്ഞില്ല. അതിനു മുന്നേ സക്കായി പറഞ്ഞു, ഗുരു പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അതാ മാനസാന്തരം. നമുക്ക് മാനസാന്തരം വന്നപ്പം ദരിദ്രന്റെയും കൂടെ പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് ചേർക്കാൻ നോക്കുക. എന്നോട് ചെല്ലി പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റേ ഞങ്ങളുടെ വീടിന്റെ വാതക്കിൽ അവർ കിടക്കുന്നത്, നമുക്ക് ക്ഷീണമാ, പ്രാർത്ഥിക്കണം, അവരെങ്ങനെയും ഇത് വിറ്റേച്ച് പോണപ്പോ തള്ള പറഞ്ഞു, അവര് വിൽക്കുകയല്ലേ പാസ്റ്റേ, ഞങ്ങൾക്കത് വേണം. ഞാൻ ആ വിഷയത്തിനായിട്ട് എല്ലാ ബുധനാഴ്ച അല്ല ഇങ്ങനെ പടിഞ്ഞു വെട്ടിയിരിക്കുക. ബുധനാഴ്ച എല്ലാ ബുധനാഴ്ച അങ്ങോട്ട് നോക്കുക. അപ്പൊ നമുക്ക് മാനസാന്തരം വരുമ്പോ അവൻ്റെതും കൂടി ഇങ്ങോട്ട്. പക്ഷെ സക്കായിയുടെ മാനസാന്തരം അങ്ങനല്ല. സക്കായി ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? പ്രതികരണമൊന്നുമില്ല. അപ്പൊ സക്കായിയുടെ മാനസാന്തരം പറഞ്ഞു, ഗുരു പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക. മാത്രമല്ല ആരോടെങ്കിലും ചതിവായിട്ട് വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാ മാനസാന്തരം. മാനസാന്തരപ്പെടുന്ന വ്യക്തി അയലത്തുകാരുമായിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ മാനസാന്തരപ്പെടുന്ന ആ നിമിഷം ചെന്ന് രമ്യതപ്പെടണം.
നീ ഇപ്പോഴും നിന്റെ അയലത്തുകാരുമായിട്ട് മിണ്ടിയിട്ടില്ലെങ്കിൽ നീ മാനസാന്തരപ്പെട്ട വ്യക്തിയല്ല. നീ ദൈവത്തെയും സഭയെയും ദൈവമക്കളെയും കളിപ്പിക്കുന്നയാളാ. നിന്നെ പോലൊരു പെരുങ്കള്ളൻ മിണ്ടുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കായ കിളക്കം തുടങ്ങി, ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ അയാള് മനസ്സിലായി കാണും. അതാണ് മാനസാന്തരം. എന്തുവായി മാനസാന്തരം? വിസ്തരിക്കാൻ നേരമില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരണം. തിരിഞ്ഞു വരണം. തിരിഞ്ഞ് അബൌട്ട് ആണ്. അങ്ങനെയാണ്. ഇരിക്കട്ടെ, ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ. നമ്മുടെ യോഗത്തിന്റെ 2 ഇംഗ്ലീഷ് പറയുന്നത് തന്നെ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിച്ചേ. തിരിഞ്ഞു വരണം. അതാ മാനസാന്തരം. വായിച്ചേ, പെട്ടെന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. തിരിയണം. അതാ മാനസാന്തരം. തിരിയണം. മാനസാന്തരപ്പെട്ടവൻ പുക വലിക്കുന്നവൻ അന്ന് അത് നിർത്തി തിരിയണം. മദ്യപിക്കുന്നവൻ അന്ന് അത് നിർത്തി. 10 കുപ്പി കുടിക്കുന്നവൻ 1 കുപ്പി ആക്കുന്നതല്ല മാനസാന്തരം. നേരത്തെ ചാർമിനാറാ വലിച്ചുകൊണ്ടിരുന്നത്. മാനസാന്തരപ്പെട്ടപ്പോ പയ്യപ്പാട്ടിലെ തമ്പി ഒരിക്കൽ എന്നോട് പറഞ്ഞു, 2 അടിച്ചു വെച്ച് ആരാധിച്ചാൽ ഒരു ഉന്മേഷം ഉണ്ടെന്ന്. തമ്പി ഇപ്പൊ എവിടാന്നോ? അങ്ങനുണ്ട്. അന്ന് മാനസാന്തരമല്ല. ഇതെല്ലാം നിർത്തണം. നിർത്തി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരണം. അതാ മാനസാന്തരം. ദൈവത്തിങ്കിലേക്ക് വരണം. നേരത്തെ പോയ വഴി കൂടെ പോകരുത്, പോയ പാതയിൽ കൂടെ പോകരുത്, തിരിഞ്ഞു വരണം. അതാ മാനസാന്തരം. 2 മാനസാന്തരം ഞാൻ വഷളത്തം വിടുന്നതാ. 8-ാം അധ്യായത്തിന്റെ 21 വായിച്ചേ. വഷളത്തം വിടണം. 8-21 പെട്ടെന്ന് വായിച്ചോ, സമയം പോകുന്നു. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ വഷളത്തം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കണം. വഷളത്തം വിടണം. അതാ മാനസാന്തരം. മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും വിടുന്നില്ലല്ലോ. എല്ലാവരുടെയും കാര്യമല്ല. നേരത്തെ ആചരിച്ചത്, അനുഷ്ഠിച്ചത്, പാരമ്പര്യം, മാമൂല്, പിന്തുടർ, അതെല്ലാം വിടണം. ഒത്തിരി ഉണ്ട് വിടാൻ. വിട്ടെന്ന് പറഞ്ഞാൽ ഇരുന്ന് ഗ്ലോറി എന്ന് പറഞ്ഞ് കണ്ണ് ഉരുട്ടുന്ന ഒന്നും വിട്ടിട്ടില്ല. ഞാന് പറയേണ്ട കാര്യമില്ലെങ്കിലും പറയാം. ഈ വിടേണ്ട കാര്യം എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു. വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തില്ല ചിന്തിച്ചു. അപ്പൊ ഇനിയും നമ്മള് പല ആൾക്കാരും പ്രധാനമായിട്ട് വിടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനൊരു 138 കാര്യം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിടേണ്ടത്. 138. ഇപ്പൊ നിങ്ങൾ ചോദിക്കും അത്ര ഉണ്ടോ? പിന്നെ അടുത്ത കാലത്ത് ഒരു സഭയിൽ ചെന്നപ്പോൾ ഞാൻ എല്ലാം വിട്ടോന്ന് ഒരു തള്ള പറഞ്ഞു, എല്ലാം വിട്ടെന്ന് പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല, തെളിയിക്കാം. ഓരോന്ന് പറഞ്ഞു. അന്നേരം പിന്നെ തള്ള ബലൂന്റെ കാറ്റ് പോകുമ്പോൾ ഇന്ന് പോകുന്നതാണ്. വിട്ടെന്ന് പറഞ്ഞ ഞാൻ കിടന്ന് കാലും കൈ വിട്ടടിച്ച് വന്നപ്പം മുതൽ ഗ്ലോറി എന്ന് പറഞ്ഞ കൈ വീശുകായിരുന്നു. പിന്നെ വീശു കുറഞ്ഞു, ശാന്തമായി. പിന്നെ പോകാൻ നേരത്തെ എന്നെ കണ്ടുപോലുമില്ല. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുന്നു? പോയി. വിട്ടില്ല. വിടണം. വഷളത്തം വിടണം. ഒത്തിരി ഉണ്ട് വിടാൻ. 1-2 എണ്ണം പറയാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് സംശയമായി എന്തോ ഇനിയും വിടാനുള്ള 1-2 കാര്യം പറയാം. പെന്തിക്കോസുകാരോടാന്നേ, മാനസാന്തരപ്പെട്ടവരോടാന്നേ. നമ്മൾ ഒത്തിരി വിടാനുണ്ട്. ഇപ്പോഴും ഉണ്ട് ചില പെന്തിക്കോസുകാർ. ചിലര് ഒരു സഭയിലാ കൂടുന്നാലും പറയാം, സൂസമയത്തെ സന്ധ്യ കഴിഞ്ഞതിലെ വെള്ളം കോരിക്കൊണ്ട് ഞങ്ങളുടെ മുറ്റത്തൂടെ. നമ്മളൊരു സഭയിലൊക്കെയാ കൂടുന്ന, കൈ അടിക്കുന്നുണ്ട്, മറുഭാഷ്യം വരുന്നു. പക്ഷെ സന്ധ്യ കഴിഞ്ഞ് ഞങ്ങളുടെ ഇതിലെവിടെ വിട്ടോ? അമ്മായിയമ്മ മരുമകളോട് പറയും, റെഡി സന്ധ്യ കഴിഞ്ഞ് കല്ലേ തല്ലി തുണി. ഒത്തിരി കാര്യം വിടാനുണ്ട്. എന്റെ മേരിക്കുട്ടി എന്നോട് ഈ ചെയ്തതെല്ലാം കടുകയാ. ഞാൻ ഈ വീട്ടിൽ വന്ന കാലം മുതൽ ചെയ്തത്. ഞാനൊന്ന് ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം പറഞ്ഞു ഉണ്ടോ? ഞാൻ പറഞ്ഞെല്ലാം സത്യമല്ലേ? പല്ലി വിടണം. ഒത്തിരി ഉണ്ട് വിടാൻ. ഇങ്ങനെ പറഞ്ഞാൽ ഇത് വെളുക്കോളം പറഞ്ഞു നിൽക്കും. രാവിലെ ഇറങ്ങി വന്ന പറഞ്ഞ അച്ഛാ ഇന്ന് 2 വിരുന്നുകാരുണ്ട് കേട്ടോ.
എന്തുവാ ലക്ഷണം എന്നാ? പണ്ട് ഒരു സിനിമാ പാട്ട് കേട്ടിട്ടുണ്ട്, കദളി വാഴ കയ്യിലിരുന്ന്. ഓ, നിങ്ങൾക്കും അറിയാം. ഞാനത് നിങ്ങള് മാനസാന്തരപ്പെട്ടത് കൊണ്ടാവും അറിയത്തില്ലെന്നാ ഞാൻ ധരിച്ചത്. നിങ്ങൾക്കും അറിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? വശലത്തം വിടണമെന്ന് അമ്മായിമ്മ മരുമകളും അടുക്കള പെരുമാറുമ്പോ അമ്മായിമ്മ പറയാ, നിന്നോട് പറഞ്ഞിട്ടുണ്ട് കടുക് തൂവരുതെന്ന്. കടുക് എന്താ അതിന്റെ അർത്ഥം? ഉറക്കെ പറ. സഭയ്ക്കകത്ത് അടി ഉണ്ടാക്കുന്ന കടുക് തൂവിട്ടാണോ? ആണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛന്മാര് തമ്മിൽ അടി ഉണ്ടാക്കുന്നു, ഉപദേശിമാര് തമ്മിൽ അടി ഉണ്ടാക്കുന്നു, സെക്രട്ടറി ഉപദേശിച്ചും കൂടെ അടിക്കുന്നു. ഓ, അപ്പൊ കസേര എടുത്ത് അടിക്കുക കടുക് തൂവിട്ടാ? ഓ, ഞാനൊന്നും പറയുന്നില്ല. അതാ നല്ലത്. പുള്ളി പറഞ്ഞ അതാ നല്ലതെന്ന്. വഷളത്വം വിടണം. ചില മാമൂലുകള്, പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ വിടണമെന്ന് ഒത്തിരി ഉണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിച്ചതേ ഉള്ളു. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് ഓടി വരണമല്ലോ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം, ഒന്ന് മാനസാന്തരം, ഒരു തിരിച്ചു വരവുണ്ടായിരിക്കണം, തിരിഞ്ഞു വരണം. ഓടിച്ചു പറയാം. രണ്ട്, സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം സ്നാനം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. ഓടിച്ചേ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ച് സുവിശേഷം അവനോട് യേശു ക്രിസ്തുവിനെ പറ്റി സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ആരോട്? ആര് പറഞ്ഞു? ഫിലിപ്പോസ് അണ്ണനോട് പറഞ്ഞ ഭാഗമാണ്. യെരൂശലേം പള്ളിയിൽ പോയി ആരാധന കഴിഞ്ഞേച്ച് കൂടിയേച്ച് തിരിച്ചു വരുമ്പോൾ തേലിരുന്ന് തിരുവെഴുത്ത് വായിക്കുക. ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞാണ്ട് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. ചെന്നപ്പോ തേരും ഒക്കെ വരുന്നു. ചേർന്ന് കിടന്നു. കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിരുന്നപ്പോ ചണ്ണൻ തിരുവെഴുത്ത് വായിക്കുക. നോക്കി കേട്ടു. ഏത് ഭാഗമാ? യെശയ്യാ പ്രവചനം. അറുക്കാനുള്ള ആടിനെ പോലെ എണ്ണുന്നു. ഇത് ആരെ കുറിച്ചാ? അറിയത്തില്ല. വല്ല മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ അങ്ങ് വായിക്കുക, നിന്നങ്ങ് വായിക്കുക. നമ്മുടെ ആൾക്കാരും അങ്ങ് നിന്ന് വായിക്കുക, നിന്നങ്ങ് വായിക്കുക, നിന്നങ്ങ്. എന്തെങ്കിലും ഗുണം വരുന്നുണ്ടോ? പാവപ്പെട്ടവന്റെ അമ്മ, ഒരു പണക്കാരന്റെ അമ്മ മരിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന പണക്കാരന്റെ അമ്മ മരിച്ചു. തിരുമേനിമാരും അച്ഛന്മാരും എല്ലാം നിന്നങ്ങ് വായിക്കുക. പാമ്പാക്കുടയിലേയും കൊണ്ടുവന്നു ഇത് തീരാനിട്ട്. അഭ്യാരെടുത്ത് കൊടുത്ത് പുസ്തകം കൊടുത്ത് അവിടെ ഊപ്പാട് തീരുക. നിന്നങ്ങ് വായിക്കുക. അവസാനം തള്ളയെ കൊണ്ട് സതിയായി അടക്കിയപ്പോ അത് കഴിഞ്ഞപ്പോ കപ്പ്യാരുടെ അമ്മ മരിച്ചു, ചാക്കോയുടെ. മെത്രാനുമില്ല, തിരുമേനിയില്ല, ആരുമില്ല. അവിടുത്തെ കൊച്ചച്ഛനും അവിടുത്തെ അച്ഛനും ഉണ്ട്, അച്ഛനും കൊച്ചച്ഛനും. കിടക്കാൻ നേരത്തെ പെട്ടെന്ന് വായിച്ചു. ഒരു താളേ ഉള്ളായിരുന്നു. വായിച്ച് പെട്ടെന്ന് തള്ളയടക്കി. ഒടുവില് രാത്രി അത്താഴോട് കഴിഞ്ഞ് അച്ഛൻ കട്ടിലേ കിടക്കുന്ന കപ്പിയാർ താഴെ കിടക്കുക. എന്നാൽ കപ്പിയാർ അവിടെ കിടന്നുകൊണ്ട് കൊടുങ്കൈ കുത്തിക്കൊണ്ട്, എന്നാലും എൻ്റെ അച്ഛോ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. അവൻ ചോദിച്ചു, എന്നാടാ ചാക്കോ? വലിയ വീട്ടിലെ അവറാച്ചൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാനല്ലയോ പുസ്തകം എടുത്ത് തന്നത്? ചൊല്ലി എന്ന് വീണ്ടും ചൊല്ലി പാമ്പാക്കൂടലെ വരെ തന്നു. എന്നിട്ട് നിങ്ങൾ നിർത്തുന്നില്ലായിരുന്നല്ലോ. എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു താളെ ചൊല്ലിയോളല്ലോ. അപ്പൊ അച്ഛൻ ബുദ്ധിമാനച്ഛൻ മതി. എടാ ചാക്കോ, വലിയ വീട്ടിലെ തള്ള ആരാന്നും പറഞ്ഞ ഇതുപോലെ ഒരു കൊള്ളുകയില്ലാത്ത തള്ള, നാട്ടുകാർക്ക് ഗുണം വരാത്ത തള്ള, അഹങ്കാരി, തന്നിഷ്ടക്കാരി. എടാ ഇത് മുഴുവൻ ചൊല്ലിയിട്ടും തിരുമേനി പറഞ്ഞു പോയി കാണുകയല്ലെന്നാ പറഞ്ഞത്. തിരുമേനി ഇങ്ങോട്ട് പോകുന്ന പോകാൻ സാധ്യത ഇല്ല, നമുക്ക് അടുത്ത കൊല്ലം നോക്കാം ഒന്നുകൂടെ തള്ളേനെ വിടാൻ പറ്റുമോ എന്ന്. അന്ന് കൊച്ചു തിരുമേനി പറഞ്ഞു ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. കഷായിക്കുക. നിന്റെ അമ്മ ഏലിയാമ്മ അങ്ങനെയാണോടാ? ഇതുപോലെ പച്ചപ്പരമാർത്ഥി ചൊല്ലുകയേ വേണ്ട, ഒന്നും ചൊല്ലണ്ട. ഉള്ള ചാക്ക് പറഞ്ഞു അങ്ങനല്ല, നീ പെട്ടെന്ന് കിടന്നുറങ്ങാൻ പറഞ്ഞു. നിന്ന് ചൊല്ലുകല്ലേ, വായിക്കുക.
വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അയ്യോ, ഒരുവൻ പൊരുള് തിരിച്ചു തരാഞ്ഞാൽ ഫിലിപ്പോസ് ഈ തിരുവെടുത്തിനെ ആധാരമാക്കി, അതാ വായിച്ചത്. ഫിലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കണ്ടോ, യേശുവിനെ പറ്റിയുള്ള സുവിശേഷം. ആ സുവിശേഷം വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞ് അവൻ വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോ ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയാ, ദേ വെള്ളം, അതിനെന്നാ, എനിക്ക് സ്നാനപ്പെടണം. അപ്പം ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. ശരിക്ക് സുവിശേഷം കേട്ടാൽ സ്നാനപ്പെടും. പക്ഷെ ഇപ്പൊ ആരും ശരിക്ക് സുവിശേഷവും പറയുന്നില്ല, സുവിശേഷം ശരിക്ക് കേൾക്കുന്നുമില്ല. ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. ശരിക്ക് സുവിശേഷം അംഗീകരിച്ച വ്യക്തി സ്നാനപ്പെടും. അത് നാളത്തേക്ക് മാറ്റി വെക്കത്തില്ല. ഇന്ന് രാത്രി രക്ഷാദിവസമാണ്, ഇത് സുപ്രസാദ കാലമാണ്. ഇന്ന് രാത്രി തന്നെ അത് അനുഷ്ഠിക്കണം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. ഞാൻ വിവരിക്കുന്നില്ല അധികം, ദൈവത്തിന് മകത്ത് ശരിക്ക് സുവിശേഷം പറഞ്ഞു. അപ്പൊ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം, ഒന്ന് മാനസാന്തരം, രണ്ട് സ്നാനം, മൂന്ന് സുവിശേഷം ശരിക്ക് പറഞ്ഞാൽ എന്തോ നടക്കും, അഭിഷേകം പ്രാപിക്കും. വായിച്ചോ, അറിവുള്ള വാക്യമാ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം വായിച്ചേ. 44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും വചനം ദൈവത്തോട്, വചനം ദൈവമാ. ആ ദൈവമാ യേശു ക്രിസ്തു. ആ വചനം പത്രോസ് അങ്ങോട്ട് പറഞ്ഞു കേട്ടപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അനങ്ങാതിരുന്നല്ല, പരിശുദ്ധാത്മാവ് വന്നുകൊണ്ടിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് വന്നു. എന്നതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വചനം കേട്ട് എല്ലാവരുടെ മേലും വന്നപ്പോൾ എന്തോ സംഭവിച്ചു? വായിക്കേ. അന്യഭാഷകളിൽ സംസാരിക്കും. അതാ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തും. പറ, ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കുമെന്ന്. കേൾക്കുന്നില്ലല്ലോ, കേൾപ്പിക്കുന്നു. അല്ലെ, ഇതിപ്പോ കേൾപ്പിക്കുന്നുമില്ലല്ലോ. നമ്മുടെ ആൾക്കാർ തന്നെ കേൾപ്പിക്കുന്നില്ല. ഒരു യോഗം വെച്ച് ഇത്രയും സ്ഥലത്തേ കേൾക്കുന്നുള്ളൂ, അങ്ങോട്ടൊന്നും മൈക്ക് വെക്കുകയല്ല. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകണ്ട, എല്ലാ പോസ്റ്റേലും വെച്ചിട്ടുണ്ട്. ഉണ്ട് നമ്മുടെ ആൾക്കാർ ഇത് തന്നെ വലിയ ബുദ്ധിമുട്ട്. അത് അവരോട് ചോദിക്കുന്നത് എത്രയൊക്കെ ചെയ്യും. പിന്നെ അവര് പറയുന്നു വെയിറ്റ് ചെയ്യാൻ, ഞാൻ പിന്നെ വിളിക്കാം. ഉടനെ അടുത്ത ആളിനെ വിളിക്കുക. നിങ്ങൾ എത്ര ബോക്സ് കൊണ്ടുവരും? ഉണ്ട്. ഒന്ന് കിറാന്ന്, ഒന്ന് അലേരിയ എന്ന് പറഞ്ഞ അളിയാന്നാ കേൾക്കുന്നത്. പിന്നെ ആര് കേൾക്കാനായത്? ആര് കേൾക്കും? അത് നിങ്ങൾ ചിന്തിച്ചേ. ഇത് കേൾപ്പിക്കുന്നില്ലല്ലോ. അല്ല, വരുന്നവര് മനസ്സിലാക്കുന്ന ഭാഷ പറയുന്നുമില്ലല്ലോ. ഉണ്ടോ? പറയുന്നുമില്ല. ഉമ്മാ കിടന്ന് ബഹളവാ. ഇതെല്ലാം കൂടെ അടിച്ച് പരിപ്പിച്ച് നാട്ടുകാർ ഇവന്മാര് താങ്കിയായപ്പോ മുതൽ കിടന്ന് അലക്കുക. മനസ്സിലാകണ്ടേ? മനസ്സിലാകണം, മനസ്സിലാക്കി കൊടുക്കണം, കേൾപ്പിക്കണം. എല്ലായിടത്തും കേൾക്കണം, എല്ലാരും കേൾക്കണം. ഇത് നമ്മുടെ ആൾക്കാർ ഞാൻ ചെല്ലുമ്പോ പറയും, പക്ഷേ 9 ആകുമ്പോ നിങ്ങൾ പിന്നെ 9:30 തന്നത് വലിയ ഉപകാരമാണ് കേട്ടോ. ഞാൻ 9:30 10 ആകാനൊന്നും ഞാൻ നിർത്തുകയല്ല. പിന്നെ കാശ് മുടക്കി യോഗം നടത്തുമ്പോ പിന്നെ ഇത് വിട്ട എല്ലാവരും അങ്ങോട്ട് പോവുക. എടാ, ഇന്ന് രാത്രി നീ തൊലഞ്ഞാൽ എന്നാ ചെയ്യും പറ? പക്ഷെ ഇത് കേട്ടേച്ച് പോയി ചാകുകയാണെങ്കിൽ പറഞ്ഞ ഞങ്ങൾക്കും തൃപ്തിയാ, കേട്ട നിനക്കും തൃപ്തിയാ. ഒന്നുമില്ല, നാളെ വരുമ്പോ പറയാലോ മുഴുവൻ കേട്ടേച്ചാ പുള്ളി പോയെന്ന്. ഇത് കേൾപ്പിക്കണം. ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ നീ ഒരുക്കി വെച്ചത് ആർക്കാ? ഏത് സമയവും സംഭവിക്കുന്ന 2 കാര്യമാ. ഒന്ന് നിന്റെ മരണം, എന്റെ മരണം, നിന്റെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വീണ്ടും വരവ്. ഇത് 2 ഏത് സമയത്തും സംഭവിക്കാം. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇത് കേൾപ്പിക്കത്തില്ലല്ലോ. ചില യോഗത്തിന് തന്നെ ചിലർ കേൾപ്പിക്കത്തുമില്ല. ഇത് മനസ്സിലാകണ്ടേ? ഞാൻ പറയുന്നത് അത് നിയമപ്രകാരം. നിയമം എല്ലാവർക്കും ബാധകമല്ലേ? അല്ലേ? എല്ലാവർക്കും ബാധകം. നമ്മുടെ ആൾക്കാർ ചെല്ലുമ്പോൾ 9 ആകുമ്പോൾ നിർത്തണമെന്ന ഉണ്ണാമറ്റത്തിന്ന് 9
ചിലര് കുറിപ്പെടുക പോടാ, എന്നെ ഇഷ്ടമുണ്ടേ വിളിച്ചാ മതി, താല്പര്യം ഉണ്ടേ വന്നാ മതി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ റോഡിന്റെ അവിടെ ആളും എല്ലാം കൂടി റോഡ് ബ്ലോക്കാ. 11:45 മൈക്ക് വെച്ച് തകർക്കുക. ആർക്കും പ്രശ്നമില്ല, അവർക്കും പ്രശ്നമില്ല. ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് പ്രശ്നമാ. 9 ബൈബിളിന്റെ സിപ്പിട്ടു, മൂക്കേരുന്ന കണ്ണട എടുത്ത്, ഇന്ന് നീ കണ്ണട എടുത്ത് അടയ്ക്കുന്നതല്ലാതെ ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമായി പറയുന്നത്, ഗുണം വരുന്ന കാര്യമായി പറയുന്നത്. സുവിശേഷം കേട്ടാൽ ജനം അഭിഷേകം പ്രാപിക്കും. അഭിഷേകം. പത്രോസ് ഈ തിരുവെടുത്തുകൾ അങ്ങോട്ട് പറഞ്ഞു, പത്രോസ് വായി തുറന്നുണ്ട്, വാ തുറന്ന്, അങ്ങനെ ഒരു വാക്യമുണ്ട്. പത്രോസ് വാ തുറക്കണേ. ഇതുവരെ വാ തുറക്കാത്ത ആൾക്കാർ 2 കാര്യത്തിനെ വാ തുറക്കും. 1 കഴിക്കാൻ, 2 ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ. അല്ലല്ലല്ല, വാ തുറക്കേണ്ടത് ദൈവത്തെ സ്തുതിക്കാനാ, ദൈവത്തെ മഹത്വപ്പെടുത്താനാ. ഈയിടെ ഞാൻ എരുമേലി കൂടെ പോയി, എന്തോ ശബ്ദത്തില. ഞാൻ നല്ല രീതിയിൽ അങ്ങെടുത്താൽ മതി. അവരുടെ ആരോഗ്യം മുഴുവൻ എടുത്ത് ശക്തിയോടെ നൃത്തം ചെയ്യുക, അവരുടെ വിശ്വാസം. അല്ലെങ്കിൽ അത് ഒരു നല്ല മാതൃകയാണ്. നമ്മളോ നമ്മുടെ ആളിൽ വന്നുകൊണ്ട് വേണ്ട നമ്മൾ നോക്കാം. എന്നെ അടുത്തിരിക്കുന്ന പുള്ളി, എന്നാ മറ്റേ പുള്ളി, എന്തിനാടാ നീ എല്ലാം വന്നിങ്ങനെ മെനക്കെട്ടിരിക്കുന്നേ? അവിടെ ഞാൻ വണ്ടിയെ പോയപ്പോ വണ്ടി പതുക്കെയാ പോകുന്നത്. എല്ലാരും തുള്ളുക, ആരും ചോദിക്കുന്നില്ല ഏതാ അതേതാ ഇത്, എല്ലാം തുള്ളുകയോ, ആരും ചോദിക്കുന്നില്ല. നമ്മുടെ ഇടയിൽ ഒരാളൊന്ന് ഒരു കറക്ക ഹല്ലേലൂയ പറയോ, ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഉടനെ ഈ വാർതാനെല്ലാം കൂടെ ചോദിക്കും. അങ്ങനെയുണ്ട്. വാ തുറക്കണം. ശബ്ദമുയർത്തി ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ ശബ്ദമുയർത്തി എന്റെ ദൈവത്തോട്. നീ ഇപ്പം ദൈവത്തെ സ്തുതിച്ച് മറുഭാഷയൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാ പിന്നെ ചാകുന്ന സമയത്ത് അനാവശ്യമൊന്നും പറയുകയല്ല. ഇപ്പൊ ഇങ്ങനെ മിണ്ടാതിരുന്നാ പിന്നെ പോകുന്ന സമയത്ത് പിച്ചും പേയും എല്ലാം പറഞ്ഞേച്ചേ പോവുള്ളൂ. അങ്ങനെ നമ്മൾ ചെല്ലുമ്പോ പാസ്റ്റർ ആവശ്യമില്ലാത്ത എല്ലാം ഇന്നലെ അപ്പച്ചൻ പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പച്ചൻ ആയ കാലത്തൊന്നും പറയാതായിരുന്നത്. യോഗത്തിന് വന്നൊന്നും മിണ്ടുകയല്ല, പോകുന്ന പോക്കിന് മുഴുവൻ ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞു. കൊച്ചുങ്ങൾക്ക് പോലും അപ്പച്ചാന്ന് വിളിക്കുമ്പോ ഡാഷാ പറയുന്നത്, അമ്മച്ചിയെന്ന് വിളിക്കുമ്പോ കണ്ണ് പൊട്ടുന്ന 3 ഡാഷ്. കൊച്ചുങ്ങൾ അതുകൊണ്ട് വെള്ളം കൊടുക്കാൻ പോലും മോളോട് പറഞ്ഞു, ഞാനൊന്നും പോകത്തില്ല, ഇന്നലെ എന്നെ പറഞ്ഞ ഭർത്താവിന് ഞാനൊന്നും. ഒരു കാര്യം ഞാൻ പറയാം, നീ ആട്ടമുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, ബലമുള്ള കാലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം. വാ തുറക്കണമെന്ന് പത്രോസ് വായി തുറന്ന് സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷം കേട്ടപ്പോൾ കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അന്യഭാഷകളിൽ സംസാരിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം 1 മാനസാന്തരം, 2 സ്നാനം, 3 അഭിഷേകം പ്രാപിക്കും. വാക്യങ്ങൾ എടുപ്പിക്കുന്നതിന് 4 സുവിശേഷം കേട്ട വേർപാട് ആചരിക്കും. 2-ാം അധ്യായം എടുത്ത് പഠിച്ചു, വേർപാട്. നമ്മൾ ഈ സുവിശേഷം എല്ലാം കേട്ടിട്ട് നമുക്ക് ഇതുവരെ ഒരു വേർപാടില്ല. വേർപാട് പാലിക്കുന്നില്ല ഓർത്തോണം. കേട്ടത് സുവിശേഷമല്ല, വേറൊരു സുവിശേഷമാണ്. യഥാർത്ഥ സുവിശേഷം കേട്ടാൽ വേർപാട് ആചരിക്കും. അതെ, ഞാന് വാക്കുകൾ അങ്ങ് നിർത്തുക. എടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്തണമെന്ന് ചിന്തിച്ചതാ. എങ്കിലും എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. ലഭിച്ച സമയത്ത് എന്നാലാവും വിധം സുവിശേഷം അറിയിപ്പാൻ ദൈവം ഇന്ന് രാത്രി കൃപ നൽകി. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷിക്കപ്പെടാൻ. ആരാ കേൾക്കേണ്ട? സകല ജാതികളും. എന്തിനാ കേട്ടാൽ ഒന്ന് ഇരുട്ട് മാറും, ഭയം മാറും, സന്തോഷമുണ്ടാകും. സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ: 1 മാനസാന്തരം, 2 സ്നാനം, 3 അഭിഷേകം, 4 വേർപാട്. എങ്കിലും എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി 2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം അല്ലയോ വായിച്ചത്? ഒന്നുകൂടെ വായിച്ചു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരിക. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭം നോക്കിയേ. അവൻ തുടക്കമേ ആദിയിലെന്നാ ദൈവത്തെയാ പറയുന്നത്. കുടുംബചരിത്രം ഒന്നും പറഞ്ഞില്ല, പാരമ്പര്യം ഒന്നും പറഞ്ഞില്ല.
കാരണം വംശാവലി ഇല്ലല്ലോ, ആരംഭമില്ലല്ലോ, അവസാനമില്ലല്ലോ. അതുകൊണ്ട് ആദിയിൽ അങ്ങനല്ലേ തുടങ്ങിയേക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. മത്തായി ലൂക്കോസും ഒക്കെ പാരമ്പര്യം ഒത്തിരി പറഞ്ഞു. അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി, യേശു ക്രിസ്തുവിന്റെ വംശാവലി. ലൂക്കോസ് യേശു മുതൽ പുറകോട്ട് വംശാവലി പറഞ്ഞ് ഒടുവിൽ കൊണ്ട് നിർത്തി ആദാം. എന്നിട്ട് പറഞ്ഞു ആദാം ദൈവത്തിന്റെ മകൻ. അപ്പൊ വംശാവലി നന്നായിട്ട് പറഞ്ഞു ലൂക്കോസ്. മത്തായി അബ്രഹാം മുതൽ. പക്ഷെ യോഹന്നാൻ വ്യത്യസ്തമായിട്ടാ. ആദിയിൽ വചനം, ആ വചനം ദൈവത്തോടു കൂടി, ആ വചനം ദൈവം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ അവൻ സ്തോത്ര ജീവന്റെ അപ്പമാകുന്ന ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ദൈവം. 11, 12 അധ്യായത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 11, 12 അധ്യായം മരിച്ചാൽ മാത്രമല്ല ഉയർപ്പിക്കുന്നത്, നാറ്റം വെച്ചവനെ ദൈവം ഉയർപ്പിക്കും. അത് ലൂക്കോസിന്റെ യോഹന്നാനല്ല പഠിക്കുന്നത്. മറ്റു സുവിശേഷത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രമുണ്ട്. പക്ഷെ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചവനെ ഉയർപ്പിച്ചത് യോഹന്നാനാ രേഖപ്പെടുത്തിയത്. ഈ യോഹന്നാന്റെ സുവിശേഷം വിശേഷതയുണ്ട്. മറ്റു 3 പേരും പറയാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ. വ്യക്തിപരമായ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. നിക്കോദോമസ് രാത്രി വന്നു, നദനയേൽ യേശുവിന്റെ അടുക്ക വന്നു, ശമരിയാക്കാരി സ്ത്രീയെ, പുറവിയിലെ കുരുടൻ, പാപിനിയായ സ്ത്രീയെ. ഇതെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്ര ക്ലിയർ ആയിട്ടാണ് തന്നേക്കുന്നത്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ ദൈവം ആരാണെന്ന് തെളിയിച്ചേക്കുന്നത്. ദൈവത്തിന്റെ വിശേഷത 1 ദൈവ ആത്മാവാണ്, 2 ദൈവ സ്നേഹമാണ്, സ്തോത്രം, അവിടുന്ന് വെളിച്ചമാണ്. ഇതൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പഠിക്കുന്നത്. അവിടുന്ന് വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ അതെന്തിനാ പറഞ്ഞേക്കുന്നത്? നമ്മളും അങ്ങനെ ആകണം. അന്ധകാരമൊക്കെ ഉള്ള വീടുകളിലും വ്യക്തികളൊക്കെ ചെന്നാൽ അവരും വെളിച്ചത്തിലേക്ക് വരണം. ദൈവ സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ നാം മുഖാന്തരം അത് പ്രദർശിപ്പിക്കണം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. 9-ാം അധ്യായത്തിലെ വിഷയം പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കുക. അപ്പോൾ ശിഷ്യന്മാര് വന്ന് ചോദിച്ചു, ഗുരു, ഇവൻ നിമിത്തമാണോ ഇവന്റെ അമ്മയപ്പന്മാർ നിമിത്തമാണോ ഇവൻ ഇങ്ങനെ കണ്ണ് കാണാൻ പാടില്ല പൊട്ടക്കണ്ണനായിട്ട്? അല്ലല്ലല്ല, ഇവന്റെ ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞ പദമാണ് നമ്മൾ വായിച്ചത്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഓടിച്ച് അവസാനിപ്പിക്കുക. ഈ തിരുവെടുത്ത് പഠിച്ചാൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത പല രാത്രികളെ പറ്റി ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, പോയിന്റ് പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും പുള്ളി യോഹന്നാന് കുഴപ്പമില്ലായിരുന്നു, പുള്ളി കുഴപ്പമില്ല, സുവിശേഷം അല്പം പറഞ്ഞു, പിന്നെ ഇടയ്ക്കൊരു ഇളക്കം വന്നു പുള്ളിക്ക്, എന്നാലും അതൊക്കെ മാറി. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു, ദൈവമേ അധികം ഇളകാൻ അനുവദിക്കരുതെന്ന്. പുള്ളി അത് പെട്ടെന്നങ്ങ് നിർത്തി. എന്നാലും എടുത്ത വാക്യത്തോട് പുള്ളി ഒന്നും പറഞ്ഞില്ലെന്ന് നിങ്ങൾ പോകുമ്പോ പറയും. അപ്പൊ ആ പഴുതൂടെ അങ്ങ് അടയ്ക്കാനാ. 9:4 പറയുക, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആർക്കും പ്രവർത്തിക്കാതിരുന്ന പല രാത്രികളെ പറ്റി ഈ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാനതിനിങ്ങനെ പറഞ്ഞത്, 1 ചെങ്കടൽ തീരത്തെ കാളരാത്രി. ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു രാത്രി. ഒരു വാക്യം വായിച്ചോ, ആ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20, 21 വേഗത്തിൽ വായിച്ചോ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20, 21 പെട്ടെന്ന്. രാത്രി മുഴുവനും ഇസ്രായേലിന്റെ സൈന്യവും മുഴുവൻ ശ്രദ്ധിക്കുക, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയാ. ഈ രാത്രിയുടെ വിശേഷത ചെങ്കടൽ തീരത്തെ കാളരാത്രിയാ. രാത്രി മുഴുവൻ ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം. ഒന്നുകൂടെ വായിച്ച, രാത്രി മുഴുവനും ഇസ്രായേലിയുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി തീർത്തു. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ അന്ധകാരത്തെ പ്രകാശപൂരിതമാക്കി തീർക്കുക കാര്യമുള്ള രാത്രിയാണ്. 600 സെലക്ട് ചെയ്ത ഇരുമ്പ് രഥങ്ങളും അവൻ വേറെ അസംഖ്യം മിസ്രൈമിലെ മുഴുവൻ രഥങ്ങളും ഇറങ്ങി എന്താ ഇളകിയതാ. ദീർഘവർഷങ്ങൾ ഇസ്രായേലിനെ പീഡിപ്പിച്ച് ഇഷ്ടികയുടെ എണ്ണം കൂട്ടി വൈക്കോല് കൊടുക്കാനായി ഇവരെ ഊഴിയ വിചാരകന്മാരെ കൊണ്ട് ദണ്ഡിപ്പിച്ച് അവൻ കുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിലെറിഞ്ഞ് മുക്കിക്കൊന്ന് അവൻ കൊച്ചു കുഞ്ഞുങ്ങളെ നശിപ്പിച്ച ദുഷ്ട ശക്തിയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങുന്ന രാത്രിയാണ്. അവൻ
പറവം പുറകെ വരിക, പറവം പുറകെ വരും. ദൈവം ഇളക്കി പോകാൻ പറഞ്ഞു. ആദ്യം പുള്ളി ശവോടൊക്കെ നടത്തുകയായിരുന്നു. ശവോടൊക്കെയായിരുന്നു ആദ്യം. ഓവർസിയർ വരുന്നു, സൂപ്രണ്ട് വരുന്നു, പ്രസിഡന്റ് വരുന്നു, അകലെ എണ്ണോമെന്ന് അടക്ക്. കാരണം പണ്ടൊരാളെ പറ്റി അടയ്ക്കാൻ പറഞ്ഞ എന്നോട് ചോദിച്ചു, എവിടെ അടക്കി? ഞാൻ പറഞ്ഞു, പുള്ളിയെ ഇന്ന രാജ്യത്താ മരിച്ച്, പിന്നെ പുള്ളിയെ ഇന്നടത്ത് കൊണ്ടുവന്നു, അവിടുന്ന് പിന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി, അവിടുന്ന് പിന്നെ ഇന്നടത്ത് കൊണ്ടുവന്നു, പിന്നെ ആ മരിച്ച സ്ഥലത്തോട്ട് വീണ്ടും കൊണ്ടുപോയി. അപ്പൊ ഞങ്ങളുടെ ഒരു പാപ്പയ്ക്ക് പറഞ്ഞിടാ, അങ്ങനെയൊക്കെ കൊണ്ടുപോയെങ്കിലേ അവൻ അടങ്ങുവോളെന്ന്. അല്ലാതെ അന്നേരം മരിച്ച ഉടനെ അവിടെ അടക്കിയാലൊന്നും അടങ്ങില്ല. ഇങ്ങനെയൊക്കെ കൊണ്ട് നടന്നാലേ അവൻ, പുള്ളി കൊട്ടാരക്കരക്കാരൻ, അപ്പൊ ആ ശൈലിയിലാ പറയുന്നത്, അല്ലേ അവൻ അടങ്ങുവോളെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വിട്ടേക്കാം. ഇവര് അടക്കം നടത്തുക. മിസ്രയീമില് ആദിജാതന്മാര് പടപടപടാന്ന് മരിച്ചു വീണ് മുഴുവനെ അടക്കുക. വാക്യങ്ങൾ അടുപ്പിക്കുന്നതിൽ അറിയാമല്ലോ. സംഖ്യാപുസ്തകം 33-ാം അധ്യായം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ ജയത്തിന്റെ പാട്ട് പാടി കനാനിലേക്ക് പോകുവാൻ പ്രയാണം ചെയ്തപ്പോൾ മിസ്രയീമ്യര് ശവോടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഞാനത് എങ്ങനെയാ പറയുന്നത്? ഇസ്രായേൽ മക്കളുടെ പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ജയത്തിൻ ഘോഷം, ഉല്ലാസത്തിൻ ഘോഷം, ഭക്തരും കൂടാരങ്ങളിൽ എന്നും, അതാ അവര് പാടിയത്. അപ്പൊ മറ്റവര് പാടുന്നത് വേറെ പാട്ടാ. ഞാൻ ഇപ്പൊ ഇവിടെ പാടുന്നില്ല, അതുകൊണ്ടാണ് മര പറഞ്ഞാ കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ രണ്ടു കൂട്ടരുടെ പാട്ടിന് തമ്പിച്ചാരാന്ന് ഇരിക്കുന്നത്. എനിക്ക് തോന്നി, ചിരി കണ്ടപ്പോ തോന്നി. അപ്പൊ ചുരുക്കി പറയാം, അമ്മച്ചി ഉണ്ടോ? അമ്മച്ചി ലോകത്തിലുണ്ടോന്നായിരുന്നു. നല്ലൊരു അമ്മ, അമ്മ ഇടയ്ക്കൊന്ന് ഇളക്കുവോ, ഒരു ആരാധനയ്ക്ക് ഉള്ളത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവര് മിസ്രയീം വിട്ടിങ്ങോട്ട് വരിക. അപ്പൊ പറവാണിത് എല്ലാം കൂടെ വിട്ടുപോകുന്ന അറിഞ്ഞപ്പോൾ ഇവൻ ആളെ കൂട്ടി പുറകെ വരിക. പുറകെ വരുന്ന ഇവൻ പറയുന്ന ഒരു പദമുണ്ട്. ആ വായിച്ചേ 15-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. 15:9. പെട്ടെന്ന്. ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, പീഡിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും. ഞാൻ എന്റെ വാൾ ഊരും. എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ദൈവജനത്തെ പിന്തുടരുവാൻ, പിടിക്കുവാൻ, വാളൂരുവാൻ, വെട്ടിക്കളയുവാൻ, കൊള്ള പങ്കിടുവാൻ പാഞ്ഞു വരുന്ന വൈരിയെ അന്ന് രാത്രി ദൈവം തടഞ്ഞു. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിനക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കാൻ ആരുമില്ലെങ്കിലും ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ പിന്നാലെ വാഞ്ഞു വരുന്ന വൈരിയെ ഇന്ന് രാത്രി ദൈവം തടയാൻ പോവുക. നിന്റെ കുടുംബത്തിനെതിരെ, തലമുറക്കെതിരെ, നിനക്കെതിരെ പിൻഗമിച്ചു വരുന്ന ശത്രുവിന് ഇന്ന് രാത്രി ദൈവം തടയുന്ന രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്, ഈ രാത്രി ദൈവം വിടുവിക്കുന്ന രാത്രിയാണ്. Praise the Lord, praise the Lord. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി, മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഇട്ട് തന്റെ ജനത്തെ ഭദ്രമായി പരിപാലിക്കുക. പിന്നാലെ പാഞ്ഞു വന്ന വൈരിയെ ദൈവം വെള്ളത്തിൽ മുക്കിക്കൊന്നെന്ന്. കുഞ്ഞാടനെ അടുത്ത് ജോരത്തിലെ ആചരിച്ച ദൈവമക്കളെ പീഡിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും പാഞ്ഞു വരുന്ന വൈരിയെ ദൈവം ഒതുക്കും. നീ കേസിന് പോകണ്ട, കോടതി പോകണ്ട, അവ MLA പിടിക്കണ്ട, MP പിടിക്കണ്ട, മന്ത്രിയെ പിടിക്കണ്ട, തന്ത്രിയെ പിടിക്കണ്ട, സെക്രട്ടേറിയറ്റിലും പോയി ധർണയിരിക്കണ്ട, അവ പെറ്റീഷനും കൊടുക്കണ്ട. നീ ചെയ്യേണ്ട കാര്യം മുട്ടയിൽ അങ്ങോട്ടിരിക്കണം. ദൈവമക്കൾ മുഴങ്കാലിന്മേലിരിക്കണം. അതിനുള്ള ആയുധമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. കേസിന് പോകരുത്, കോടതി പോകരുത്, വഴക്കുണ്ടാക്കരുത്, മല്ല് കെട്ടാൻ പോകരുത്, ഗുണ്ടകളെ ഇറക്കണ്ട, മട്ടാഞ്ചേരിയിൽ നിന്നും കൊണ്ടുവരണ്ട, ചെങ്കച്ചൂളെന്നും ഒന്നും കൊണ്ടുവരണ്ട. അവരൊക്കെ രക്ഷിക്കപ്പെടട്ടെ. നീ അവൻ നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാണ്. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിചാരത്തിന് വിരോധമായി ഉയർന്നു വരുന്ന സകലത്തിനെ പിടിച്ചടക്കും. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പോരാട്, മുഴങ്കാലിന്മേൽ ഇരിക്ക്. നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. വൈരികളുടെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി അതിരിവെക്കും. അതുകൊണ്ട് ഉപദേശിമാരെ തല്ലുകോ, അച്ഛന്മാരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളൊന്നിനും പോകരുത്. നമ്മുടെ ആയുധം എന്നാന്നറിയാം? മുഴങ്കാലിലിരിക്കണം. നീ മുട്ടുമേലിരിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് ഇങ്ങനെ: വീരന്മാരുടെ മധ്യേ യഹോവ എനിക്കായിട്ട് ഇറങ്ങി വന്നു. ദൈവം
ആയിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ശക്തിയും ബലമാറിയ ദൈവദൂതന്മാരെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിൽ, സഭയ്ക്കകത്ത്, ദേശത്ത് ദൈവം ദൂതനെ ഇറക്കും. ദൈവം തമ്പുരാൻ ഒരിക്കൽ ഒരു ദൂതനോട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഒരു ദൂതൻ വന്നപ്പോ തമ്പുരാൻ പറഞ്ഞു, നീ അശ്ശൂർ പാളയത്തിലോട്ട് പോകണം. അവൻ അങ്ങോട്ട് ഒറ്റയടി 1,85,000. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കയ്യും കെട്ടി വായും മൂട്ടിയിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാത്രി. ഓ ദൈവത്തിന് മഹത്വം, 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 മഹത്വം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. ഞാൻ വിസ്തരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം അങ്ങ് അടങ്ങുക. ഒരു വാക്കുകൊണ്ടൊന്ന് വായിച്ചേ. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ. 6:1. എസ്തേർ 6:1. പെട്ടെന്ന്. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരും. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത വേറൊരു രാത്രി. ഒന്ന് ചെങ്കട തീരത്തെ കാളരാത്രി അടിച്ച് ദൈവം തൂത്ത് ഈയം താഴും പോലെ ചെങ്കടയിൽ താഴ്ത്തുന്ന പുസ്തകത്തിൽ വാക്യം. കല്ല് താഴുന്നത് പോലെ ഈയം അടിച്ച് താത്ത് കിടന്നു. പാടാൻ വയ്യ. എനിക്ക് നമ്മുടെ സഹോദരന്മാരുണ്ടായിരുന്നു. ഇവര് കുഴപ്പക്കാരല്ല, പക്ഷെ ഇവര് 2-3 ആഴ്ച എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പയ്യ വരും. പക്ഷെ അവർക്കും വേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എൻ്റെ കൂടെ ഉള്ളവരുണ്ട്. അവർ ഞാൻ തുടങ്ങുമ്പോഴേ അറിയാം, അതിന്റെ കണക്കറിയാം. ഇപ്പൊ ഞാൻ തെറ്റിച്ചാൽ അവരത് മാനേജ് ചെയ്യും. ഇപ്പൊ ഞാൻ തെറ്റിച്ചാൽ അതുങ്ങളും തെറ്റും, ഞാനും തെറ്റും. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. പഴയ പാട്ടുണ്ടായിരുന്നു, നിൻപുജമല്ല 10 സ്തംഭിതരായിനം. അപ്പൊ ഇതിന് ചെങ്കടൽ ദൈവം അവരെ താഴ്ത്തി. നിന്നതിരികളെ നിന്നുന്നത തേജസ്സിനാൽ ഒന്നിച്ചു കൂടപ്പെട്ടു ഉന്നതനെ നിനക്ക്. വായിക്കാൻ പോലെ അമ്പടന്ന് പാടിക്കോണ. വേണ്ടല്ലേ. പിന്നെ ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടുമെന്നൊക്കെ പറഞ്ഞ അവനെ തമ്പുരാനെ അടിച്ച് ചെങ്കടല് താത്തു. നീ ഒന്നും ചെയ്യണ്ട, മുട്ടയിലിരുന്നാ മതി, നിനക്ക് വേണ്ടി ദൈവം ചെയ്തു. 1-ാമത്തെ രാത്രി ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത. ഇവിടെ ഒരു രാത്രി ഹാമാനോടുള്ള ബന്ധത്തില് അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായിക. നമുക്ക് ഉറക്കം വന്നില്ലേ? മൊബൈലാ. അല്ല, നമുക്ക് ഉറക്കം വരുന്നത് വരെ മിക്കതിന്റെ നെഞ്ചത്താ മൊബൈല്. ഇത് കണ്ടും കേട്ടു ഇങ്ങനെ സത്യം പറയുക. പിന്നെ രാത്രി അത്യാവശ്യ കാര്യത്തിന് എഴുന്നേക്കുമ്പോഴാ മൊബൈല് ഓഫ് ആക്കില്ല. അന്നേരം പിന്നെ പോയിച്ച് വന്ന് പിന്നെ ഇരുന്ന് കാണുക. നീ രക്ഷപ്പെടുന്നതായിട്ടൊരു സാധ്യത കാണുന്നില്ല. പണ്ട് CK ദാനിയേൽ എന്ന് പറഞ്ഞ മാന്യ കർത്തദാസൻ പറയുമായിരുന്നു, ഗുണമാകുകയില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു. ഞാനും അങ്ങനെ തന്നെ. രാജാവിന് ഉറക്കം വരുന്നില്ല. കാരണം ഉറക്കം വരാഞ്ഞത് കൊണ്ട് ആ രാത്രി അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ. വായിച്ചേ അതിന്റെ കണ്ണാടിയൊക്കെ മടക്കുന്ന നിർത്തുകയെന്ന് ഓർത്താണ്. അല്ല ഏതായി ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തം കുറിച്ച് വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരാൻ കൽപ്പിച്ചു. പിന്നെ അത് രാജാവിന് വായിച്ചു കേൾപ്പിച്ചു. ഉമ്മരപ്പടി കാവൽക്കാരന്മാരായി രാജാവിന്റെ ഷണ്ഡന്മാരിൽ ബിഗ്ദാന, തേരസ് എന്നീ 2 പേർ. അന്ന് രാത്രി ആ രാത്രിക്ക് ഒരു വിശേഷതയുണ്ട്. ആ രാത്രിയിൽ രാജാവിന് ഉറക്കം വരുന്നില്ല. പുള്ളി ദിനവൃത്താന്ത പുസ്തകം കൂടി ഡെയിലി ഡയറി അങ്ങനെ ഇല്ലയോ റോയ് ചായ? അങ്ങനെയാണോ? ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ. ചായ വന്നതും ഗുണമായി. കൊണ്ടുവരാൻ പറഞ്ഞു. ദിനവൃത്താന്തം നോക്കി താളിങ്ങനെ മറച്ചപ്പോ ഹെഡിങ് മൊർദെഖായി. അന്നേരം അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ 2 പേര് ബിഗ്ദാനെ തേരസ്.
ഇവര് കയ്യേറ്റം ചെയ്യ വിഷയം പടിവാതിക്കൽ ജാഗരിച്ച് കിടന്ന മൊർദെഖായി കണ്ടു. റിപ്പോർട്ട് അകത്തോട്ട് കൊടുത്തു. റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ അന്വേഷണ കമ്മീഷന് വെച്ചപ്പോൾ കൃത്യമായി രാജാവിനെ തട്ടാൻ ഇവന്മാര് തന്ത്രം മെനഞ്ഞതാ. അവനെയെല്ലാം തട്ടി ദൂരെ കളഞ്ഞു. രാജാവ് രക്ഷപ്പെട്ടു. പക്ഷെ ഈ റിപ്പോർട്ട് കൊടുത്ത മൊർദെഖായിക്കൊന്നും ചെയ്തിട്ടില്ല. അവിടെ ശൂന്യം. ഇത് വായിച്ചു തീർന്നപ്പോ നേരം വെളുത്തു. രാത്രി തീർന്നു. പുള്ളി ഇത് മുഴുവൻ വായിച്ച് രാത്രി ഉറക്കം. ദൈവം ഉറക്കം തടഞ്ഞതാണ്. അതിന്റെ കാരണം കൂടെ പറയാം. രാജാവ് ദിനവൃത്താന്തങ്ങൾ വായിച്ചോണ്ടിരുന്നപ്പോൾ മൊർദെഖായിയെ വകവരുത്താൻ ലവനും അവന്റെ വെമ്പളയും ആൾക്കാരും എല്ലാം കൂടെ കഴുകുമരം ഒരുക്കുക. 5:14 വായിര്, 5:14, 6 വായിച്ച 5:14 വായിര്. അതിൽ അവന്റെ ഭാര്യ സേരസും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് 50 ഹാമാന്റെ വെമ്പള 50 മുഴമുള്ള 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാകട്ടെ, മൊർദെഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ട. മൊർദെഖായിയെ നമുക്ക് അത് തൂക്കണം. രാത്രിയിലുള്ള പരിപാടിയാ. നാളെ രാവിലെ തളച്ചി ഒപ്പിച്ചു കൊടുത്ത് അവനെ തൂക്കണം. 50 മുഴം. അതിന് 50 മുഴം. എല്ലാരും കാണണ്ട് യോഗം തൂങ്ങിക്കിടന്ന് ആടുന്നത്. എല്ലാരും കാണണ്ടേ? ചെറുതാണെന്ന് നമ്മൾ മാത്രമല്ലേ കാണുള്ളൂ. നമുക്ക് മാത്രം ഫോട്ടോ എടുത്താൽ മതി. എല്ലാരും ഇവൻ ആടുന്നത്. നിങ്ങൾക്കെതിരെ മൊർദെഖായി ഇല്ലേ? ആന്നടി അവനെ ഞാൻ ചെല്ലുമ്പോ എഴുന്നേറ്റില്ല. ഇവൻ നിങ്ങൾ അവനോട് എഴുന്നേക്കാൻ പറഞ്ഞായിരുന്നു. ഓ, അവൻ കൂസുന്നില്ലെന്ന്. അതല്ല ഒപ്പിച്ചു കൊടുത്ത വിനയാ. 50 മുഴം ഉയരമുള്ള അവനെ നമുക്ക് തൂക്കണം. രാത്രി ഒപ്പിക്കുക. കഴുകുമരം 50 മുഴം ഉയരമുള്ള കഴുമരം ഉണ്ടാക്കട്ടെ, മൊർദെഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. രാത്രി കഴുകുമരം എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പറ കഴുകുമരം ഉണ്ടാക്കുമ്പോൾ അപ്പറ രാജാവിന്റെ ഉറക്കത്തെ ദൈവം തടുത്തു. ഉറക്കത്തെ തടുത്ത് ദിനവൃത്താന്ത പുസ്തകം വായിച്ചപ്പോൾ അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം രാജാവിന്റെ ഉള്ളത്തോട് ഇടപെടാൻ തുടങ്ങി. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം വ്യവഹരിക്കാൻ പോവുകയാണ്. നിനക്ക് വിരോധമായി മറുവശത്ത് കഴുകുമരം ഒരുക്കുന്നുണ്ട്. നീ പേടിക്കണ്ട. ഒരുക്കുന്നവനെ തന്നെ അതിലോട്ട് കയറ്റും. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ പടിവാതിക്കൽ ജാഗരിച്ച് അവൻ സ്വന്തം ജാഗരിക്കുന്ന നിനക്ക് ഒരായുധവും ഫലിക്കത്തില്ല. പിന്നത്തേതിലാന്നേലും പറയുന്ന ഒരു പദമുണ്ട്, അവൻ ഏകൂതനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. എന്റെ ഭാഷ പറഞ്ഞ നീ പ്യുവർ പെന്തിക്കോസ് ആണെങ്കിൽ നിന്നെ ഒരുത്തനും ജയിക്കത്തില്ല. നീ ഉഴപ്പം പെന്തിക്കോസ് ആണെങ്കിൽ പിശാച് നിന്നെ ചപ്പും. ഇനി എന്നാ ചപ്പാനാ? ചപ്പി പരുവത്തിൽ വെച്ചേക്കല്ലേ. സ്തോത്രം. പക്ഷെ നീ ആമേൻ സ്തോത്രം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് മറുഭാഷ പറഞ്ഞ് വിശുദ്ധിയിലും വേർപാടിലും പ്രമാണത്തിലും നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ അവ ഒരുത്തനും നിന്നെ ജയിക്കത്തില്ല. ഒരുത്തൻ നിന്നെ ജയിക്കത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത് അവൻ യഹൂദനാണെങ്കിൽ അവന് ജയിക്കത്തില്ല. നീ വീടാൻ തുടങ്ങി അവൻ വിസ്തരിക്കുന്നില്ല. കഴുകുമരം ഉണ്ടാക്കുന്ന രാത്രി, ആ രാത്രിയെ ദൈവം അവൻ തിരുത്തി അനുകൂലത്തിന്റെ രാത്രിയാക്കി തീർത്തു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന, ജാഗരിക്കുന്ന, വേർപാട് പാലിക്കുന്ന, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യും. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിനക്കതിനെ കഴുകുമരം ഉണ്ടാക്കുന്നുണ്ട്. നിനക്കതിനെ അണിയറകളിൽ വൈതരണികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവം അതിനെ അടിച്ചു മാറ്റാൻ പോവാം. ഇന്ന് രാത്രി ദൈവം അതിനെ കെട്ടുപൊട്ടിക്കാൻ പോവാ. ഈ രാത്രി നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്ന രാത്രിയാ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കുക. ബാക്കി ഭാഗം ഞാൻ കുറേയേറെ ഭാഗമെല്ലാം നോട്ട് ചെയ്ത് ധ്യാനിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറയുന്നില്ല. ഒരു വാക്യവും കൂടെ വായിച്ചങ്ങ് നിർത്താം. അതേ ഒക്കുള്ള 10 മണിയാകും. വായില്ല. ദാനിയേൽ പ്രവചനം തന്നെ വായിച്ചു. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 30 വായിക്കുക. കൽദയ രാജാവായ ആ രാത്രിയിൽ തന്നെ, നന്നായിട്ട് വായിക്കുക. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവ് ബേൽശസ്സർ കൊല്ലപ്പെട്ടു. പോകാനുള്ള ധൃതി കൊണ്ടാണോ തെറ്റുന്നേ? എന്നാലും വായിച്ചു. ഇത്രയും വായിച്ചു തന്നൊരു വലിയ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചു. 30. ആ രാത്രിയിൽ തന്നെ കൽദയ
കൽദയ രാജാവ് ബേൽശസ്സർ കൊല്ലപ്പെട്ടു. കൽദയ രാജാവാകുന്ന ബേൽശസ്സർ ആ രാത്രി തട്ടി ബേൽശസ്സർ കൊല്ലപ്പെട്ട്. കാരണം കൂടെ വിസ്തരിക്കാൻ നേരമില്ല. ഈ രാത്രിയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവന്റെ വല്യപ്പൻ യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങള് ദൈവാലയം വക 5000 ചില്ലുവാനോ ഉണ്ടായിരുന്നെന്നാ കണക്ക്. അവൻ ഈ ദൈവാലയം വക പൊൻവെള്ളി പാത്രങ്ങളെല്ലാം കൂടെ അവന്റെ ദേശത്ത്, ശിനാർ ദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിനകത്ത് പ്രത്യേക അറയെ കൊണ്ട് സൂക്ഷിച്ചു. ഇങ്ങേർക്ക് ഇളക്കം കയറിയപ്പോൾ അതും വിസ്തരിക്കാൻ നേരമില്ല. മഹത്തുക്കൾക്ക് 1000 പേർക്ക് ഒരു വിരുന്നൊക്കെ ഒഴിച്ചു. അപ്പോൾ മദിരാക്ഷിയെ കൊണ്ടുവന്നു, മദ്യം കൊണ്ടുവന്നു. അപ്പൊ പുള്ളിക്കൊരു ഇളക്കം. ഇന്നൊരു ആരാധന നടത്തണമെന്നത് പയ്യപ്പാടി തമ്പി പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ആരാധിക്കണം. അപ്പം മദ്യം ഒഴിച്ചു. അപ്പം മദ്യം ഒഴിക്കാൻ വേറെ പാത്രം കൊണ്ട് ഇല്ല പാത്രം എടുക്കാൻ പറഞ്ഞു. ആരാ തുറന്ന് ദൈവാലയം വക പാത്രങ്ങൾ കൊണ്ടുവന്ന് ആര് ചോദിക്കുന്നതിന്റെ പെടലി കാണുമോ? ദൈവം വിശുദ്ധീകരിച്ച പാത്രത്തിനകത്ത് മദ്യമൊഴിച്ച് ഇവനും വെപ്പാട്ടിമാരും പരിചാരകന്മാരും അടിച്ച് കിറുങ്ങുക നിന്ന് അടിയോടടി അടിച്ച് കിറുങ്ങി കിടക്കുന്നില്ലേ ഒത്തിരി ആൾക്കാർ. ഈസ്റ്ററിന് യേശു ഉയർത്താൻ യാക്കോ ഓടല. യേശു ഉയർത്ത് മേളിലോട്ട് പോയി, ഇവൻ അടിച്ച് അച്ഛനോട് എന്ന് പറഞ്ഞ അച്ഛൻ അത് ഞങ്ങളുടെ ഇടവകയിലാണ്. കാരണം കയ്യാലയുടെ ഓടയുടെ ഇടയില, ഞങ്ങളുടെ ഇടവകയിലാണ്. ഞങ്ങളുടെ അവിടെ കിടക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ അടിച്ച് കിറുങ്ങി രാജാവും പരിചാരന്മാരും കൂടെ എല്ലാം കൂടെ അടിച്ച് കിറുങ്ങി. അപ്പോൾ അടിച്ച് കിറുങ്ങിയപ്പോ ഈ ബാബിലോണിൽ ഏതാണ്ട് 100 വാതിലുണ്ടെന്ന കോട്ടയ്ക്ക്. പ്രധാന ഗേറ്റ് 4, അല്ലാതെ ശിഷ്ടമുള്ള ഗേറ്റ് എല്ലാം കൂടെ 100. അതിൽ ഒരു വാതിലെ ഒരു ദിവസം തുറക്കും. കിടങ്ങുമൊക്കെ ഉണ്ട്. വലിയ ചീങ്കണ്ണീനെ ഇട്ടിരിക്കുക ശത്രുക്കൾ കയറാതിരിക്കാൻ. ആ ഭാഗത്തേക്കൊന്നും ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പം രഹസ്യ അജണ്ട പ്രകാരം ആ ഗേറ്റ് തുറക്കുന്നത്. ഒരു ഗേറ്റേ തുറക്കുകയുള്ളൂ. ഈ അടിക്കുന്ന സമയത്ത് മുഴുവൻ വാതിലും മുഴുവനും തുറന്നു. കാരണം എല്ലാവരും വന്ന് അടിക്കണ്ടേ. വാതിലെല്ലാം തുറന്നു. കാരണം യെശയ്യാപ്രവചനം 45 ചേർത്ത് വായിക്കണം. ഇരുമ്പോണാമ്പലുകളെ ഖണ്ഡിക്കും, താമ്രവാദികളെ തുറക്കുമെന്നാ. അടിച്ച് തുറന്നിട്ടു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തുറന്നിട്ടുമ്പോ അടിച്ച് കിറങ്ങിയപ്പോ രാജാവ് പുറത്തിനോട് ചോദിച്ചു, ബേബി വാതിലടച്ചോടാന്ന്. ഉടനെ കൃത്യം പറഞ്ഞു, അളിയ എപ്പോഴേ അടച്ചാണ് അളിയ. ഇത് അകത്തോട്ട് ചെന്ന അപ്പനേതാ അളിയനേതാന്ന് അങ്ങനെ ഇത് ചെന്നപ്പോ മറ്റേത് ഓച്ചാൽ ചെന്ന് ആട്ട തിരുമേനി ഊവ ഓ ഓ അങ്ങനെ നിന്നവൻ ഇത് അകത്തോട്ട് ചെന്ന പറയാ അളിയ വാതിലൊക്കെ അടച്ചോളി. ഇതകത്ത് ചെന്ന അപ്പനേതാ അളിയനേതാ കൊച്ചമ്മേതാ? നിങ്ങൾ വല്ലോ ഇത് അടിച്ചിട്ടുണ്ടോ? അടിച്ചവരോട് ചോദിക്കാം. ഭാര്യ പറഞ്ഞ അപ്പുറത്തെ സൂസിയെ ചെന്നത് പിടിച്ച് അടിച്ച സൂസിയുടെ മാപ്പിളെ എടുത്തിട്ടവനെ വീണ്ടും അടിച്ചവൻ. ചുരുക്കി പറഞ്ഞാൽ വിസ്തരിക്കുന്നില്ല. ദൈവം വിശുദ്ധീകരിച്ച പാത്രത്തിൽ വേണ്ടാത്തതെല്ലാം ഒഴിച്ച് ദൈവമല്ലാത്തതിനെ ആരാധിച്ച് ദൈവമല്ലാത്തതിനെ വിസ്തരിക്കാൻ നേരമില്ല കേട്ടോ. അതിനെയെല്ലാം കൂടെ നമസ്കരിച്ചപ്പോൾ ഭിത്തിയേൽ എടുത്തു വന്നു രാത്രിയിൽ എടുത്തങ്ങോട്ട്. അവിടെ 5-ാം വാക്യത്തിൽ വിളക്കെന്നൊരു പദമുണ്ടല്ലോ. 5-ാം വാക്യം വായിച്ച 5-5 മറിച്ചോ മടക്കി ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്ക്. അപ്പൊ വിളക്ക് ഉണ്ടെന്നുള്ളത് രാത്രിയില്ല. അതിനാ വിളക്കെന്ന് പറഞ്ഞേ. രാത്രിയില് അന്ന് രാത്രി ഭിത്തിയേലെടുത്തിട്ടു വിശുദ്ധന്മാരുടെ ആത്മാവുള്ള ദാനിയേലിനെ കൊണ്ടുവന്നു. ദാനിയേൽ സ്വപ്നമേക്ക് അർത്ഥം അങ്ങോട്ട് വിവരിച്ചു. എന്ന് പറഞ്ഞ ദൈവം നിന്നെ തൂക്കി. ദൈവം നീ എന്റെ അഹങ്കാരവും നിന്റെ അധികാരവും അഹങ്കാരവും നിന്റെ തണ്ടും ഹുങ്കും പ്രതാപവും എല്ലാം കൂടെ വെച്ച് ദൈവം ഇന്ന് രാത്രി നിന്നെ തൂക്കി. അവൻ ദൈവം നിന്നെ തൂക്കിയപ്പോൾ നീ കുറവുള്ളവനായി കണ്ടു. എന്തിനേറെ അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു. അവൻ അടുത്ത സാമ്രാജ്യത്തിന് സ്ഥാപനം തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അവൻ സ്തോത്ര ആ രാത്രിയില അവൻ ദൈവമക്കൾക്ക് അവൻ വിടുതലിന്റെ വഴി തുറക്കുക. രാജാവ് BC 606 പിടിച്ചു കൊണ്ടുപോയ ദൈവജനത്തെ യെരമ്യാവ് പ്രവചിച്ചു. 70 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. ആ മടങ്ങി വരവിന്റെ ആരംഭം
ജന്മമെന്ന വണ്ണം അന്ന് രാത്രി ബേൽശസ്സറിനെ തട്ടി അവൻ സകല വാതിലും ദൈവം തമ്പുരാൻ തുറന്നു കൊടുത്തു. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന രാത്രി. ഒരു വാതിലെ സാധാരണ തുറക്കൂ, അന്ന് രാത്രി 100 വാതിലും തുറന്നു. അതാ 45 എഴുതിയേക്കുന്നത്. അതൊന്ന് വായിച്ചങ്ങ് നിർത്തിക്കോ. ആ യെശയ്യാ പ്രവചനം 45:1 മുതൽ വായിച്ചു നിർത്ത്. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരെ അരക്കച്ചകളെ അടിക്കേണ്ടത്. അന്ന് രാത്രി രാജാവിന്റെ അരക്കച്ച അടിച്ച രാത്രിയാണ്. അന്ന് രാത്രി രാജാവിന്റെ അരക്കച്ചയെ അടിച്ച രാത്രി. ഇന്ന് രാത്രി നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന അരക്കച്ചകളെ അടിക്കുന്ന രാത്രി. രാജാക്കന്മാരുടെ അരക്കച്ചകളെ അടിച്ച് കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കും. കഥകൾ കഥകളെന്നല്ല, കഥകൾ അങ്ങനല്ലേ. കഥകൾ 100 വാതില്. ഒരു വാതിലാ സാധാരണ തുറക്കുന്നത്. അന്ന് രാത്രി 100 വാതിലും അങ്ങോട്ട് തുറന്നു. നിനക്ക് വേണ്ടി ഒരു വാതിലല്ല തുറക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്ക്, അനേക വാതിൽ ദൈവം നിനക്ക് തുറക്കാൻ പോവുക. ഈ രാത്രി ഒരു സാമ്രാജ്യത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രാത്രിയാ. കഥകൾ മുഴുവൻ തുറന്ന് കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിന് വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് അവന്റെ വലം കൈ പിടിച്ചിരിക്കും. അവന്റെ വലം കൈക്ക് പിടിക്കുന്ന രാത്രി. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയാ. ശങ്കര തീരത്തെ രാത്രി. അവൻ ഹാമാന് കടുകമരമുണ്ടാക്കിയ രാത്രി. അവൻ ബേൽശസ്സർ അഹങ്കരിച്ച രാത്രി. ആ രാത്രികളെല്ലാം ദൈവമക്കൾക്ക് വിടുതല. ഇന്ന് രാത്രി നിനക്ക് നിന്റെ കുടുംബത്തിന് വിടുതല. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക.